ഭാഷയ്ക്ക് എത്ര പഴക്കമുണ്ട് എന്നത്. ആദ്യം 2000 വർഷത്തെ പഴക്കമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പിന്നെ ഒരു സൗകര്യത്തിന് വേണ്ടി 1500 വർഷം ആയാലും കുഴപ്പമില്ല എന്ന് നിലയിലേക്ക് വന്നു. അപ്പൊ 1500 വർഷത്തെ പഴക്കമുണ്ടോ എന്നതാണ് ചോദ്യം. ഉണ്ട്, 1500 വർഷത്തിലേറെ പഴക്കമുണ്ട്, നമുക്ക് തെളിയിക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം സ്വന്തമായി ലിപിയുണ്ടോ എന്നതാണ്. അതും നമുക്ക് ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം സ്വന്തമായി സാഹിത്യ സമ്പത്തുണ്ടോ എന്നതാണ്. എങ്ങനെയുള്ള സാഹിത്യ സമ്പത്ത്? പ്രാചീനമെന്നും അർവാചീനമെന്നും ആധുനികമെന്നും വേർതിരിക്കാവുന്ന തരത്തിൽ സാഹിത്യ സമ്പത്തുണ്ടോ എന്നതാണ് ചോദ്യം. അതും നമുക്കുണ്ട്. ഈ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം തൃപ്തികരമായ മറുപടി കൊടുക്കാൻ കേരളത്തിന് സാധിച്ചില്ല. 2012 കഴിഞ്ഞപ്പോഴേക്കും സാധിച്ചു. അങ്ങനെ 13-ൽ നമ്മളും ശ്രേഷ്ഠ ഭാഷയുടെ വക്താക്കളായി മാറുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ചോദിക്കേണ്ടത് ഈ ചോദ്യങ്ങളാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. നേരത്തെ AR-നോട് ചോദിച്ച ചോദ്യം പോലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. അതെന്താണ്? അത് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയ്ക്ക് നിങ്ങൾ ശ്രേഷ്ഠ ഭാഷയുടെ പദവി വേണം എന്ന് ആവശ്യപ്പെടും. അതിനുമുമ്പ് തമിഴിന് മാത്രമേ ഉള്ളൂ. അല്ല, ആദ്യം തമിഴിന്, പിന്നെ സംസ്കൃതത്തിന്, പിന്നെ തെലുങ്കിന്, കന്നഡയ്ക്കൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കൂടി തരൂ എന്ന് പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. അപ്പൊ ചോദിക്കേണ്ടത് ചോദ്യം വാസ്തവത്തിൽ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഷയ്ക്ക് നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ശ്രേഷ്ഠത നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. എങ്ങനെയാണ്? നിങ്ങളുടെ ഭാഷ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതാണ് ചോദിക്കേണ്ട ചോദ്യം. നിങ്ങളുടെ ഭാഷ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഭരണം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ 2013 നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുമായിരുന്നില്ല. കാരണം ഈ അടുത്ത കാലത്താണ്, 2017 മലയാളമാണ് നമ്മുടെ ഭരണഭാഷ എന്ന്, മാതൃഭാഷയാണ് ഭരണഭാഷ എന്ന് നമ്മൾ അംഗീകരിച്ചു. രണ്ടാമത് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭാഷ കൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം നിർവഹിക്കുവാൻ നിങ്ങളുടെ ഭാഷയ്ക്ക് കേൾപ്പുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് ചോദിച്ചാലും നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം അങ്ങനെയുണ്ട് എന്ന് വിശ്വസിക്കാത്ത ജനതയാണ് കേരളം. തെറ്റിദ്ധരിച്ചു മലയാള സർവകലാശാല ഉണ്ടായിപ്പോയത് ഇപ്പോഴും അബദ്ധമായി വിശ്വസിക്കുന്ന ഭൂരിപക്ഷമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെ നിർവഹിക്കുവാൻ മലയാളത്തിന് കേൾപ്പുണ്ട് എന്ന് മലയാളികൾക്ക് ബോധ്യമില്ല. പിന്നെന്ത് ശ്രേഷ്ഠതയാണ് നിങ്ങളുടെ ഭാഷയ്ക്കുള്ളത് എന്ന് ചോദിക്കാവുന്നത്. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ഭാഷ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിയമ നീതി നിർവഹണം നടത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ഇപ്പോഴും സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഭാഷയ്ക്ക് എന്ത് ശ്രേഷ്ഠതയാണുള്ളത് എന്ന് തിരിച്ചു ചോദിക്കാവുന്നത്. പക്ഷേ ഈ പദവി എന്നൊക്കെ പറയുന്നത് ഇത്തരം അടിസ്ഥാനപരമായ ചോദ്യങ്ങളെ ഉന്നം വയ്ക്കാത്തത് കൊണ്ട് നമുക്ക് കിട്ടി, നമ്മളത് മേടിച്ചു, ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഇതുവരെയൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ആളുകളുടെ ബോധതലത്തിൽ പോലും അത്തരമൊരു അംഗീകാരം ഭാഷയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് ഭാഷയുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആധുനീകരണത്തിന്റെ വളരെ പ്രത്യക്ഷമായ ഒരു ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയുന്നത് അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ പിറവിയാണ്. നിഘണ്ടുക്കൾ, വ്യാകരണ കൃതികൾ, സാഹിത്യ ലക്ഷണ കൃതികൾ, വൃത്തമഞ്ജരി, ഭാഷാഭൂഷണം അടക്കമുള്ള കാവ്യ പഠന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ ഒരു പിറവി ആധുനീകരണത്തിന്റെ ഒരു ഭാഗമായിട്ട് വരികയും, മറ്റൊന്ന് വിവിധ സാഹിത്യ വിഭാഗങ്ങളുടെ വളർച്ച. അതുവരെ നമുക്കറിയാം 19ാം നൂറ്റാണ്ട് വരെ ഏകദേശം കവിത എന്ന് പറയുന്നതായിരുന്നു സാഹിത്യം.
അല്ലെങ്കിൽ പദ്യം, കവിത എന്നാണ്, കാവ്യം എന്നാണ് പറഞ്ഞത്. ഗദ്യത്തിൽ എഴുതിയാലും കാവ്യം എന്ന് മാത്രമേ പറഞ്ഞിരുന്നു. അപ്പോ 19ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു പകുതി കഴിയുന്നതോടുകൂടി നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ. നാടകമൊക്കെ വളരെ ചുരുക്കമായി സംസ്കൃത നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പുതിയ തരത്തിലുള്ള നാടകങ്ങൾ കാണുന്നത് നവോത്ഥാനത്തിന് ശേഷം, ആധുനീകരണത്തോടു കൂടിയാണ്. യാത്രാവിവരണം, ആത്മകഥ, ജീവചരിത്രം, കവിതകൾ തന്നെ പലതരം, നാടകം, ഇങ്ങനെ സാഹിത്യത്തിന്റെ വിഭാഗങ്ങൾ, ധാരാളം വിഭാഗങ്ങൾ ഉണ്ടാവുകയും അതിൽ വളരെ വിപ്ലവകരമായൊരു മാറ്റമുണ്ടാവുന്നത് ഗദ്യത്തിന്റെ വികാസമാണ്. അതിലേക്ക് ഞാൻ വരാം. പത്രങ്ങളുടെ ആവിർഭാവം. വി രാമകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ധാരാളം പത്രങ്ങൾ ഉണ്ടാവും. അച്ചടിച്ച പുസ്തകങ്ങൾ, കടലാസ്, അച്ചടിയുടെ വ്യാപനം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലിപി പരിഷ്കരണത്തെ സംബന്ധിച്ച ആലോചനകൾ, പാഠപുസ്തകങ്ങളുടെ വ്യാപനം, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. സ്കൂൾ പഠനങ്ങൾ, സ്കൂളുകൾ ഉണ്ടാകുന്നു, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഞാനത് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു. ഭാഷയുടെ ആധുനീകരണവുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന സങ്കല്പനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. അതിൽ ഒന്നാമത്തേത് ഐഡന്റിറ്റി എന്ന് പറയുന്ന കാര്യം, സ്വത്വം, ഭാഷയുടെ സ്വത്വം. നമ്മള് നവോത്ഥാനത്തോട് അല്ലെങ്കിൽ ആധുനികതയുടെ വരവോടുകൂടിയാണ് വ്യക്തി എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു സ്വത്വമായിട്ട് മാറുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് കൂട്ടുകുടുംബങ്ങൾ മാറി അണുകുടുംബങ്ങൾ വരുന്നു എന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരെയും പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. മനുഷ്യർ വ്യക്തികളാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവകാശങ്ങളൊക്കെ വരുന്നത്. വ്യക്തിയുടെ അവകാശം, ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്. പൗരത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം കടന്നു വരുന്നത് അങ്ങനെയാണ്. പ്രജ എന്ന് പറയുന്ന പോലെയല്ല, പൗരൻ അല്ലെങ്കിൽ പൗരി എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ ആളെയും, ഓരോ സൂക്ഷ്മ ഭാഗത്തെയും കണക്കാക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് എന്ന തോന്നൽ വളരെ പൊതുവായിട്ടുണ്ടായ ഒരു ധാരണയാണ്. അതല്ലാതെ എല്ലാത്തിനെയും അങ്ങനെ പരിഗണിച്ചിട്ടൊന്നുമില്ല. അത്തരമൊരു ആശയം കടന്നു വരുന്നു. അപ്പോൾ ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വത്വം എന്ന് പറയുന്നത്, അപ്പോൾ അതുവരെ ഭാഷ എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് വർത്തമാനം പറയാനുള്ള ഒരു സാധനം എന്ന് മാത്രമാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ സംസ്കൃതമാണോ തമിഴാണോ തുടങ്ങിയ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തി പോലും ഉണ്ടായിരുന്നില്ല. സംസ്കൃതത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്നവർ സംസ്കൃതത്തിന്റെ ഭാഗമാണെന്ന്, തമിഴിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്നവർ തമിഴിന്റെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ കരുതിപ്പോരുന്നു, പരമ്പരാഗതമായി കരുതിപ്പോരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. മലയാളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയാണ്. മലയാളം എന്ന് പറയുന്നത് ഒരു ഭാഷ മാത്രമല്ല. മലയാളം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ പേരാണ്, ഒരു സമൂഹത്തിന്റെ പേരാണ്. അപ്പോൾ ഒരു സമൂഹത്തിന്റെ സ്വത്വം, ഐഡന്റിറ്റി, അത് പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആധുനീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ
സ്വത്വ സങ്കല്പം എന്നാണ്. ഇപ്പൊ മലയാളത്തെ സംസ്കൃത ഭിന്നമായ ഭാഷയാണ് പരിഗണിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നോക്കൂ, AR രാജരാജവർമ്മയുടെ കേരള പാണിനിയും എന്ന് പറയുന്ന പുസ്തകം അതൊരു വ്യാകരണ കൃതിയാണെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതൊരു വ്യാകരണ കൃതി മാത്രമല്ല, ഏതൊരു കൃതിയും പോലെ ഒരു സാമൂഹിക ഉൽപ്പന്നമാണ് കേരള പാണി. അതുകൊണ്ട് തന്നെ അത് ഉണ്ടായ കാലത്തിന്റെ സ്വഭാവത്തെ, അതുണ്ടായ കാലത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വഭാവത്തെ കേരള പാണ്ഡ്യവും പ്രകടിപ്പിക്കുന്നു. അവിടെ നമുക്ക് ഭാഷയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച, സ്വത്വത്തെ സംബന്ധിച്ച ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ആധുനികതയുടെ അല്ലെങ്കിൽ ആധുനീകരണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ അതൊരു പ്രശ്നമായി എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ആധുനീകരണത്തിന്റെ മറ്റൊരു സങ്കല്പന നമുക്ക് പറയാവുന്നത് ചരിത്രം എന്ന് പറയും. ഇപ്പൊ നമുക്ക് തോന്നാം ചരിത്രം പണ്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ചരിത്രം പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം എന്നാണ് പറഞ്ഞത്. എന്നാൽ അതൊരു ചരിത്രമാണ് എന്നതിലേക്ക് മാറുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാം. ഇപ്പൊ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേഖനത്തിന്റെ പേരിന് ഭൂതം എന്നാണ്. ഭൂതകാലത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പൊ പാരമ്പര്യമായിട്ട് കാണുന്നു അല്ലെങ്കിൽ പൈതൃകമായിട്ട് കാണുന്നു എന്ന് പറയുന്നതിനകത്ത് അതിന്റെ മെത്തഡോളജി അതിനകത്ത് ഇൻബിൽറ്റാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെയല്ല. ചരിത്രത്തിന്റെ മെത്തഡോളജി തന്നെ വ്യത്യസ്തമാണ്. ചരിത്രം നിർമ്മിക്കുന്നതിന്, ചരിത്രം രചിക്കുന്നതിന്, ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിന് നിങ്ങൾക്ക് വ്യത്യസ്തമായ ടൂളുകൾ അല്ലെങ്കിൽ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിക്കാം. അതുകൊണ്ട് ചരിത്രം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ചരിത്രം നിർമ്മിക്കുക, ചരിത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് ആധുനീകരണത്തിന്റെ ഒരു ഭാഗം. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒറ്റയായിട്ട് മാത്രമല്ല കാണേണ്ടത്, സമഗ്രതയിൽ ദർശിക്കണം. ആധുനികതയുടെ വലിയൊരു കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ശാസ്ത്രം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതായത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം, പണ്ടും ശാസ്ത്രം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു, ഹസ്തരേഖാ ശാസ്ത്രം പോലുള്ള ശാസ്ത്രം ഉണ്ടായിരുന്നു പറയുന്ന സാധനത്തിനകത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ പ്രത്യേകമായി എടുത്ത് അതിനെ മാത്രം പഠിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ പഠിക്കുകയാണെന്നുള്ള പറയേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നു എന്നതാണ്. അപ്പൊ അത് അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. എന്നാൽ അങ്ങനെയല്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ലോകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകമോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഘടകമോ അല്ല. ലോകത്തിലുള്ളതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട്, ചിലപ്പോൾ ആ ബന്ധം എന്ന് പറയുന്നത് വൈരുദ്ധ്യത്തിന്റെ ബന്ധമായി. അപ്പോൾ വൈരുദ്ധ്യങ്ങളിലും സമീകരണങ്ങളിലുമുള്ള ബന്ധം സകലത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സമഗ്രത എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പം നമുക്ക് ഈ ആധുനികതയുടെ ഭാഗമായിട്ട്, ആധുനീകരണത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അർത്ഥത്തെ സംബന്ധിച്ച ഒരു സങ്കല്പം, ഏറ്റവും കൂടുതൽ അർത്ഥത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് ആധുനീകരണത്തിന്റെ കാലഘട്ടത്തിലാണ്. നോക്കൂ, ഏറ്റവും വിശിഷ്ടമായത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത്, മികച്ചത് എന്ന് പറയുന്നത് ചിന്തകൾ, ആശയങ്ങളാണ്. ഭാഷയുടെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ പറയുന്നത്, ഒറ്റ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ആശയവിനിമയ ഉപാധി എന്നാണ്, അല്ലെ? അവിടെ വിനിമയം ചെയ്യപ്പെടുന്നത് ആശയം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്.
അപ്പോൾ അർത്ഥമുണ്ടായിരിക്കുക, ആശയമുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കടന്നു വരിക. അതുകൊണ്ട് തമാശകൾ വേണ്ട, വളരെ ഗൗരവതരമാണ് ജീവിതം. അപ്പൊ അതുകൊണ്ട് കളിതമാശകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പദവി ഗൗരവപ്പെട്ട വിഷയങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിദൂഷകനേക്കാൾ പ്രാധാന്യം പണ്ഡിതൻ വരും. പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ പണ്ഡിതയില്ലല്ലോ, പണ്ഡിതന്മാരാണ് ശ്രേഷ്ഠരായ ആളുകൾ. അപ്പോൾ അർത്ഥത്തിന്റെ ഈ വിശേഷവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാം. അത് പക്ഷേ പിന്നീട് അത് പൊളിഞ്ഞു പോകും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പറഞ്ഞതിൽ പലതും പിൽക്കാലത്ത് പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആധുനീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് പൊതുവായിരിക്കുക എന്നത്. നമുക്കറിയാം, 19ാം നൂറ്റാണ്ടിന് മുമ്പ് മനുഷ്യൻ എന്ന വാക്ക് നമുക്ക് അധികം കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ ജാതി പേരുകളിലാണ് ആളുകൾ അറിയപ്പെട്ടത്. രണ്ട് ജാതികളിലുള്ള ആളുകളെ ഒരുമിച്ച് പറയേണ്ടുന്ന സന്ദർഭം വന്നാൽ മാത്രമാണ് ഒരു പൊതുവായ നാമം ആവശ്യമായത്. അങ്ങനെ ആവശ്യമില്ല. ഈഴവൻ അല്ലെങ്കിൽ ഈഴവനെയും നായരെയും ഒരുമിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരെ ഒരുമിച്ച് പരാമർശിക്കേണ്ടി വരുന്നില്ല. നായരും പുലയനും ഒരിക്കലും ഒരുമിച്ച് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കോമൺ ആയിട്ട് സംബോധന ചെയ്യാവുന്ന, പരാമർശിക്കാവുന്ന ഒരു പദം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ പറഞ്ഞിരുന്നില്ല, പറയേണ്ട ആവശ്യവും വേണ്ടില്ല. എന്നാൽ മനുഷ്യൻ എന്ന വാക്ക് അതൊരു പൊതുവായ നാമമായിട്ട് മാറുന്നത് ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിൽ നിന്നോ ആധുനീകരണത്തിന്റെ ഭാഗമായിട്ടെന്നോ നമുക്ക് പറയാം. അപ്പോൾ പൊതു ടി.വി. രാമകൃഷ്ണന്റെ ലേഖനത്തിൽ അതിന്റെ സൂചനകൾ ഉണ്ട്. പൊതു എന്ന് പറയുന്ന സങ്കല്പം, പൊതുവായ ഇടങ്ങൾ, പൊതുവായ സ്ഥാപനങ്ങൾ, പൊതുവായ പ്രസിദ്ധീകരണങ്ങൾ, ഇങ്ങനെ പൊതു എന്ന് പറയുന്ന സങ്കല്പം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായ മറ്റൊന്ന് മാനകീകരണം എന്ന് പറയുന്ന ഒന്നാണ്. എന്താണ് മാനകീകരണം എന്ന് പറഞ്ഞാൽ? ആധുനീകരണവും മാനകീകരണവും. മാനകീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ അപകടം പിടിച്ചൊരു സങ്കല്പം. ഏതെങ്കിലും ഒരു ഭാഗത്തെ അംഗീകരിക്കുകയും അതിനെ കേന്ദ്രത്തിൽ നിർത്തുകയും ചെയ്തുകൊണ്ട് അതല്ലാത്ത ഒക്കെ തള്ളിക്കളയുകയാണ് മാനകീകരണത്തിൽ സംഭവിക്കുന്നത്. ഞാനതിന്റെ ഒരു വിശദാംശത്തിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കേരള പാണ്ഡിയം എന്ന് പറയുന്ന പുസ്തകം എടുത്തു വെച്ചുകൊണ്ട്, അതിനകത്ത് മലയാളം BA പഠിച്ച ആരെങ്കിലും ഉണ്ടോ? BA മലയാളം പഠിച്ച ആൾക്കാർക്ക് BA മലയാളം കൈപൊക്കിയാൽ കൊള്ളാം. സന്തോഷം. കേരള പാണ്ഡ്യം എന്ന് പറയുന്ന പുസ്തകത്തെ പരിചയമുണ്ടോ ആളുകൾ? കേരള പാണ്ഡ്യം ഒരു വ്യാകരണ കൃതിയാണെന്ന് അറിയാമല്ലോ, മലയാളത്തിന്റെ വ്യാകരണ കൃതിയാണ്. എനിക്ക് തോന്നി അത്തരം അടിസ്ഥാന ധാരണകളില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ വെറുതെ പോകും. കേരള പാണ്ഡ്യത്തിന് പീഠിക എന്ന് പറയുന്ന ഒരു ഭാഗം, ഒന്നാമത്തെ ഭാഗം പീഠിക. ഇൻട്രൊഡക്ഷൻ വരെ ഉണ്ട്, പക്ഷെ ഒരു ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ് പീഠിക. പശ്ചാത്തലം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോ പീഠികയുടെ പ്രസക്തി എന്താണ് എന്ന ചോദ്യം നമ്മൾ ആലോചിക്കും. കേരള പാണ്ഡ്യം എന്ന് പറയുന്നത് വ്യാകരണ കൃതി, അതൊരു വ്യാകരണ കൃതിയാണ്. ഒരു വ്യാകരണ കൃതിയിൽ
ഭാഷയുടെ ചരിത്രത്തെ സംബന്ധിച്ച, ഉൽപ്പത്തിയെ സംബന്ധിച്ച ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതുവരെയുള്ള രീതിശാസ്ത്രം അനുസരിച്ച്, വ്യാകരണ കൃതികളുടെ രീതിശാസ്ത്രം അനുസരിച്ച് പീഡികയ്ക്ക് ഒരു പ്രസക്തിയില്ല. കാരണം പീഡിക എന്ന് പറയുന്നത്, കേരള പാണ്ഡിത്യത്തിന്റെ പീഡിക എന്ന് പറയുന്നത് മലയാള ഭാഷയെ സംബന്ധിച്ച ആലോചനകളും ചർച്ചകളാണ് എന്ന് പറയുന്നത്. ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്, ഭാഷയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, ഭാഷയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച്, ഭാഷയുടെ ചരിത്രത്തെ സംബന്ധിച്ച്. ഇതാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ആധുനീകരണത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളൊക്കെ. നോക്കൂ, മലയാളത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ ദീർഘമായ ഒരു ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹം എന്താണ് സ്ഥാപിക്കുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന് സ്ഥാപിക്കാനുള്ളത് സംസ്കൃത ഭിന്നമായ ഒരു നിലനിൽപ്പ്, സംസ്കൃത ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് മലയാളത്തിലുണ്ട്. അതാണ് അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കേണ്ട കാര്യം. അങ്ങനെ ശാഠ്യം പിടിച്ച് സ്ഥാപിക്കാൻ എന്തായിരിക്കും കാരണം? ശാഠ്യം പിടിച്ച് സ്ഥാപിക്കാൻ കാരണം വേറൊന്നുമല്ല, മലയാളം സംസ്കൃതത്തിന്റെ ഓരം ചേർന്ന് പോകുന്ന ഒരു ഭാഷയാണ് എന്ന് വളരെ പ്രാമാണികമായി വിശ്വസിച്ചിരുന്ന ആളുകൾ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു പ്രാമാണിക വിഭാഗം, അതെപ്പോഴും അധികാരമുള്ള വിഭാഗമാണ്. അധികാരമുള്ള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അധികാരം എപ്പോഴും രാഷ്ട്രീയ അധികാരമാവണമെന്നില്ല. സാമൂഹിക അധികാരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജാതി കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ ജാതി കൊണ്ട് അധികാരം ഉണ്ടായിരുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതമായിരുന്നു ശ്രേഷ്ഠമായ ഭാഷ. അവരെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ പുത്രി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴും മലയാളത്തിൽ കവിത എഴുതിയിരുന്ന ആളുകളെ അരക്കവി എന്നൊക്കെ പറഞ്ഞിരുന്ന ചരിത്രം നമുക്കുണ്ട്. അത്രയ്ക്ക് നീചമായ, വളരെ താഴ്ന്ന പടിയിലുള്ള ഒന്നായിട്ടാണ് മലയാളത്തെ കണക്കാക്കിയത്. സംസ്കൃതത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന, അതിന്റെ ഓരം ചേർന്ന് പോകുന്ന ഒരു ഭാഷയായിട്ടാണ് മലയാളത്തെ പരിഗണിച്ചത്. എന്നാൽ അങ്ങനെയല്ല. മലയാളവും സംസ്കൃതവും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തിപരമായി ഒരു ബന്ധവുമില്ല. സംസ്കൃതം വേറെ എവിടെയോ ഉണ്ടായി, മലയാളം ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഉണ്ടായ മലയാളവും വേറെ എവിടെയോ ഉണ്ടായ സംസ്കൃതവും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമല്ലാതെ ഉൽപ്പത്തിപരമായ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് സംസ്കൃത ഗോത്രത്തിൽ നിന്നും ഭിന്നമായ ഒരു അസ്തിത്വം മലയാളത്തിലുണ്ട്. അത് സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആവശ്യം. അതൊരു വെല്ലുവിളിയായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. വളരെ ദീർഘമായ, ഒരുപാട് സമയവും സ്ഥലവും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് സ്ഥാപിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട്, പല തലങ്ങളിലായിട്ട് ആ ചർച്ച അദ്ദേഹം നടന്നു. വ്യാകരണപരം, സ്വനതരം, ചരിത്രപരം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ, പല അടരുകളിൽ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. മലയാളത്തിന് സ്വന്തമായി ഒരു ഇടമുണ്ട്. മലയാളത്തിന്റെ ഐഡന്റിറ്റി, മലയാളത്തിന്റെ സ്വത്വം, മലയാളത്തിന് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ മലയാളത്തിന്റെ വ്യാകരണം എന്നതിനും നിലനിൽപ്പുള്ളൂ. മലയാളത്തിന്റെ വ്യാകരണം എന്ന് പറയുന്ന സങ്കല്പത്തിന്, ആ പ്രയോഗത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ, അതിന് അസ്തിത്വം ഉണ്ടാവണമെങ്കിൽ മലയാളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭാഷയാണ്, അതിന് സ്വന്തമായ അസ്തിത്വമുണ്ട് എന്ന് സ്ഥാപിക്കേണ്ടിയിരുന്നു. അത് നടക്കുന്നത് പീഠിക എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിലൂടെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വ്യാകരണത്തിന്റെ പൊതുവായ രീതിശാസ്ത്രത്തിന് നിരക്കുന്നതായിരുന്നില്ല കേരളപാണ്ഡിയുടെ കേരളപാണ്ഡീയം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പീഠിക എന്നത്. അതുപോലെ തന്നെയാണ് അർത്ഥത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളപാണ്ഡ്യ ഒരു അർത്ഥപക്ഷപാതിയാണ് എന്ന്. നാമാതീയ വിഭാഗത്തിന് എല്ലാം അർത്ഥം നിയാമകം എന്നാണ് അദ്ദേഹം പറയുന്നത്. അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പലപാട് ആവർത്തിക്കുന്നു. നോക്കൂ, പ്രാസവാദം എന്ന് പറയുന്ന ഒരു വാദം, ദ്വിതീയാക്ഷര പ്രാസത്തെ സംബന്ധിച്ച ഒരു വലിയ സാഹിത്യ സംവാദം നടക്കുന്നു. ദ്വിതീയാക്ഷര പ്രാസം എന്താണത്? ഒരു ശ്ലോകത്തിലെ
എല്ലാ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം തുല്യമായി വരണം എന്നൊരു കൂട്ടരും, അങ്ങനെ വേണ്ട എന്ന് മറ്റൊരു കൂട്ടരും. വേണമെന്ന് പറഞ്ഞവർ അതിന്റെ ശബ്ദ സൗഭഗത്തിലാണ്, സൗകുമാര്യത്തിലാണ്, ശബ്ദഭംഗിയിലാണ് ഊന്നിയിരുന്നത്. അപ്പൊ ഒരേപോലെ വരും. എന്താണ് ചെയ്യേണ്ടതെങ്കിൽ പോൾ, എന്താണ് ചൊല്ലേണ്ടത് ദൈവമേ ഞാൻ, ചന്താരിൽ മാതിന്നീത സ്വഭാവം സന്താപമേകിയിടുക തന്നെയോവാൻ. ഇത് എന്താ 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 എല്ലാം രണ്ട് വരിയില് അല്ല, എല്ലാ വരികളുടെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നത്. അപ്പൊ അത് കേൾക്കുന്നതിനൊരു ഭംഗിയുണ്ട്, ആ ശബ്ദഭംഗി. ആ ശബ്ദഭംഗി കവിതയ്ക്ക് വളരെ അനിവാര്യമാണ് എന്ന് വാദിച്ചിരുന്ന ഒരു വിഭാഗവും, ദ്വിതീയാക്ഷരപ്രാസം കവിതയ്ക്ക് നിർബന്ധമല്ല എന്ന് വാദിച്ചിരുന്ന മറുപക്ഷവും. അവര് പുരോഗമനവാദികൾ. അവരെന്താ പറയുന്നത്? CP എന്നൊക്കെ പറയുന്നത് കവിതയിൽ നമ്മൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് അർത്ഥത്തെയാണ്, രണ്ടാമതായി പരിഗണിക്കേണ്ടത് അർത്ഥത്തെയാണ്, മൂന്നാമതായി പരിഗണിക്കേണ്ടത് അർത്ഥത്തെ തന്നെയാണ് എന്നാണ്. അപ്പോൾ AR രാജരാജവർമ്മയും കൂട്ടരുമടങ്ങുന്ന വിഭാഗം പറയുന്നത് അർത്ഥത്തിനാണ് പ്രാധാന്യം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തെ സംബന്ധിച്ച ഈ ഒരു തർക്കം, സംവാദം യാദൃച്ഛികമായി ഉണ്ടായതല്ല എന്നാണ്. ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അർത്ഥം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം, ചിന്ത, അർത്ഥം, അതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒന്നാണ് അർത്ഥം എന്നുള്ളത് കൊണ്ട് ശബ്ദത്തിലൊന്നും വലിയ കാര്യമില്ല, കളിതമാശകളിലൊന്നും കാര്യമില്ല, ശബ്ദഭംഗിയിൽ കാര്യമില്ല. ഭംഗിക്ക് വേണ്ടി കവിതയെ നിങ്ങൾ വികൃതമാക്കരുത്. അതുകൊണ്ട് പ്രാസമൊക്കെ വെറുതെയാണ്. ഇങ്ങനെ പ്രാസത്തിനെതിരായി, ശബ്ദഭംഗിക്കെതിരായി നിന്ന ഒരു കൂട്ടരും അതാണ് പ്രധാനം എന്ന് പറയുന്ന വേറൊരു കൂട്ടരും. ഈ തർക്കം ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രധാനമായി പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെടുന്ന സാഹിത്യ സംവാദങ്ങളിൽ ഒന്ന്, സാഹിത്യ സമരം എന്നൊക്കെ പറയാവുന്ന പ്രാസവാദം. അപ്പൊ പ്രാസവാദം എന്ന് പറയുന്നത് ഇങ്ങനെ കവിതയിൽ പ്രാസം ദീക്ഷിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച തർക്കമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതങ്ങനെയല്ല. അതൊരു പ്രത്യേക ചരിത്ര സന്ധിയിൽ സ്വാഭാവികമായും ഉണ്ടായി വരുന്ന ഒരു ചർച്ചയാണ്. അർത്ഥം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ സങ്കല്പനത്തിന്റെ ചുറ്റും നിന്നുകൊണ്ടുള്ള യുദ്ധമാണ്. തീർച്ചയായിട്ടും അതുണ്ടാവുന്നു. നമുക്കറിയാം, പുതിയതായി ഒരു സംഗതി കടന്നു വരുമ്പോൾ തീർച്ചയായും അതിൽ തർക്കമുണ്ടാവും, തമ്മിത്തലുണ്ടാവും, ഒന്ന് ജയിക്കും അല്ലെങ്കിൽ സമരസപ്പെടും. അങ്ങനെയാണ് സ്വാഭാവികമായും സംഭവിക്കും. അത്തരമൊരു സ്വാഭാവികമായ ചരിത്ര സന്ധിയാണ് പ്രാസവാദം എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത്, AR രാജരാജവർമ്മയെ സംബന്ധിച്ചിടത്തോളം അർത്ഥത്തെ സംബന്ധിച്ച ബോധ്യം രൂഢമൂലമായ ഒന്നായിരുന്നു. അർത്ഥത്തിനാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം കണക്കാക്കി. അതുകൊണ്ട് നാമങ്ങളെ വിഭജിക്കുന്ന കാര്യത്തിൽ, ക്രിയകളെ വിഭജിക്കുന്ന കാര്യത്തിൽ, ദ്യോതകങ്ങളെ വിഭജിക്കുന്ന കാര്യത്തിലൊക്കെ, ദ്യോതകങ്ങളെ വിഭജിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മറ്റു പലതിനെയും അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. എങ്കിലും പ്രധാനമായി അർത്ഥമാണ് പ്രധാനം, അല്ലെങ്കിൽ അർത്ഥമാണ് എല്ലാറ്റിന്റെയും നിയാമകമായിട്ടുള്ളത് എന്ന് അദ്ദേഹം വളരെ ശക്തമായി വാദിക്കുന്നു. അത് ആധുനികതയുടെ ഈ ബോധ്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭാഷയുടെ ആധുനികീകരണവുമായി ബന്ധപ്പെട്ടുള്ള ബോധ്യത്തിൽ നിന്നുമാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായും എതിരെ വരാവുന്ന, അല്ലെങ്കിൽ പൂർവപക്ഷം എന്ന് പറയാവുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സന്ധിയിൽ മാത്രം, സന്ധി അദ്ദേഹം അർത്ഥത്തെ പരിഗണിക്കാത്തിരുന്നത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും വരാവുന്ന ഒരു ചോദ്യം. കേരളവണ്യത്തില് സന്ധി പ്രകടനത്തിൽ പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് വർണ്ണങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. രണ്ട് അക്ഷരങ്ങൾ നമുക്കിപ്പോ വർണ്ണങ്ങൾ എന്നാണ് പറയുന്നെങ്കിലും അക്ഷരങ്ങൾ എന്ന് പറയാം തൽക്കാലം.
അക്ഷരങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രൂപമാണ്. എന്നാൽ അർത്ഥത്തെ സംബന്ധിച്ച ബോധ്യം അദ്ദേഹത്തിന് സന്ധി പ്രകടനത്തിലും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. സന്ധി പ്രകടനത്തിലെ 13ാമത്തെ കാരിക വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ ഇരട്ടിപ്പൂ ദൃഢം പരപദാധികം എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ കൂടി ചേരുമ്പോൾ എന്നാണ്. പദം എന്ന് പറയുന്നത് അക്ഷരമാണ്. പദം എന്ന് പറയുന്നതാണ്. പദം എന്ന് പറയുന്നത് അർത്ഥമുള്ള ഒരു യൂണിറ്റാണ്. അർത്ഥമുള്ള യൂണിറ്റിനെ മാത്രമേ നമുക്ക് പദം എന്ന് പറയാൻ പറ്റൂ. അർത്ഥമില്ലാത്ത യൂണിറ്റിന് നമുക്ക് പദം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അർത്ഥമാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ പദങ്ങളാണ് കൂടിച്ചേരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പദങ്ങൾ കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അർത്ഥമുള്ള രണ്ട് യൂണിറ്റുകൾ കൂടിച്ചേരുന്നതാണ്. അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അർത്ഥം പ്രധാനപ്പെട്ടതാണ് എന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ വേലികെട്ടും വേലിക്കെട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേലികെട്ട് വേലിക്കെട്ട് എന്താ വ്യത്യാസം? രണ്ടും പിരിച്ചെഴുതിയാൽ വേലി അധികം കെട്ടാണ്. വേലി അധികം കെട്ട്. ഒന്ന് വേലികെട്ട്, മറ്റൊന്ന് വേലിക്കെട്ട്. എന്താ വ്യത്യാസം? അതെങ്ങനെ സംഭവിച്ചു? അതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ തമ്മിലുള്ള വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച മാത്രമാണ് സന്ധി എങ്കിൽ എന്ത് സംഭവിക്കണം? രണ്ടും ഒരുപോലെ വരണം. ഒന്നുകിൽ വേലികെട്ട് വരണം, അല്ലെങ്കിൽ വേലിക്കെട്ട് വരണം. ഇതങ്ങനെയല്ല. ഒരിടത്ത് വേലികെട്ട് എന്ന് പറയുന്നതും വേലിക്കെട്ട് എന്ന് പറയുന്നതും വ്യത്യസ്തമായി നിലനിൽക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? വേലികെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്രിയയാണ്. വേലികെട്ടൽ ആണ്. വേലിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതൊരു നാമമാണ്. ക്രിയാത്വം അവസാനിച്ച പദമാണ്. അപ്പോൾ ഒരു പദസമുച്ചയം നാമമാണോ ക്രിയയാണോ എന്ന് നിശ്ചയിക്കുന്നത് അതിന്റെ അർത്ഥം കൂടി നോക്കിയിട്ടാണല്ലോ. അർത്ഥം നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. കായും ലായുടെ ആയും കായുടെ ക്ക് എന്ന് പറയുന്ന വർണ്ണവും കൂടി ചേരുകയാണ് രണ്ടിടത്തുമെങ്കിലും വേലികെട്ട് എന്ന് പറയുന്നിടത്ത് കെട്ടുക എന്ന് പറയുന്ന ക്രിയയാണുള്ളത്. വേലിക്കെട്ട് എന്നിടത്ത് കെട്ട് എന്ന് പറയുന്ന നാമമാണ്. ഒരിടത്ത് നാമം ചേരുന്നു, ഒരിടത്ത് ക്രിയ ചേരുന്നു. അതുകൊണ്ടാണ് രണ്ടായി മാറിയത്. അപ്പോൾ എന്തായി? അർത്ഥമാണ് പ്രധാനം എന്ന്. അപ്പോൾ അർത്ഥത്തെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ രൂപമാണ് പ്രധാനമായിട്ടും സന്ധിയിൽ വരുന്നത് എന്നുള്ളൂ. അതും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അർത്ഥം എന്ന് പറയുന്ന കൺസെപ്റ്റ് കേരള പാണ്ഡ്യത്തിൽ എങ്ങനെയെല്ലാമാണ് വ്യവഹരിച്ചിരിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ രസകരമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കേരള പാണ്ഡ്യത്തിന്റെ കാരകപ്രകരണത്തില് കർത്താവ് എന്ന് പറയുന്ന കാരകത്തെ വിശദീകരിക്കുമ്പോൾ കേരള പാണ്ഡ്യത്തിന്റെ 1-ാം പതിപ്പും കേരള പാണ്ഡ്യത്തിന്റെ 2-ാം പതിപ്പും വാസ്തവത്തില് ആധുനികീകരണത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുവാൻ ഈ രണ്ട് പുസ്തകം എടുത്ത് വായിച്ചു നോക്കാം. ഏത്? കേരളപാണ്ഡ്യം എന്ന് പറയുന്ന പുസ്തകത്തിന് 2 തവണയായി 2 പതിപ്പുണ്ടാവും. ആദ്യത്തെ പതിപ്പുണ്ടാകുന്നത് 1895 എന്ന് പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ. 2-ാമത്തെ പതിപ്പുണ്ടാകുന്നത് 1917 എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷത്തിന് ശേഷം. 1-ാമത്തെ പതിപ്പെടുത്ത് വായിച്ചു നോക്കിയാൽ അതൊരു സാധാരണ വ്യാകരണ കൃതി, അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗത വ്യാകരണ കൃതിയാണ്. എന്നാൽ 2-ാം പതിപ്പ് എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന വ്യാകരണം കേരള പാണ്ഡ്യം എന്ന് പറയുന്നത് 1-ാമത്തെ പതിപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത ആധുനികമായ ഒരു വ്യാകരണ കൃതി. എന്താ സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഷയുടെ ആധുനികീകരണം എങ്ങനെ സംഭവിച്ചു, എപ്രകാരം കാണുന്നു എന്നുള്ളതിന് കേരള പാണ്ഡ്യത്തിന്റെ 1-ാം പതിപ്പും 2-ാം പതിപ്പും മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് എന്ന് പറയുന്ന കാരകത്തെ വിശദീകരിക്കുന്നിടത്ത് 1-ാം പതിപ്പിൽ അദ്ദേഹം പറയുന്നത് രാജാവ് മന്ത്രിമാരെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കുന്നത് പോലെ, രാജാവ് മന്ത്രിമാരെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കുന്നത് പോലെ കർത്താവ് മറ്റ് കാരകങ്ങളെ കൊണ്ട് വാക്യത്തെ അർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്. ഇത് 1-ാമത്തെ പതിപ്പിലാണ്. 2-ാമത്തെ പതിപ്പിൽ ഇതില്ല, ഈ ഉദാഹരണമില്ല. എന്താ കാരണം? അതിന്റെ കാരണം വേറൊന്നുമല്ല,
ഒന്നാമത്തെ പതിപ്പ് എഴുതുന്ന കാലത്ത് രാജഭരണം, ഫ്യൂഡലിസം വളരെ ശക്തമായി നിലനിന്നിരുന്ന, ആധുനികീകരണം സംഭവിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന്റെ വ്യാകരണമാണത്. എന്നാൽ രാജഭരണമല്ല, പ്രജായത്ത ഭരണമാണ്. അദ്ദേഹത്തിന്റെ കേരളവാണ്യത്തിന്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ അദ്ദേഹം പറയുന്നു, ജനാധിപത്യമാണ് പ്രധാനം. അതുകൊണ്ട് രാജാവിനെ സംബന്ധിച്ച ഉദാഹരണങ്ങൾ യാദൃച്ഛികമായി ഇല്ലാതായതല്ല. ഭാഷയിൽ ആധുനികീകരണം, ജനാധിപത്യം എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവായി നമുക്ക് കേരളവാണ്യത്തിൽ തന്നെ കാണാൻ കഴിയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ തരത്തിൽ ഭാഷയുടെ ആധുനീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനകത്ത് ഒരു തർക്കം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ രണ്ടാമത്തെ പകുതിയിൽ വെൺമണി കവികൾ, അങ്ങനെയൊരു കൂട്ടം കവികൾ ഉണ്ടായി. വെൺമണി കവികൾ പിന്നീട് പച്ചമലയാളം എഴുതിയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ പിന്മുറക്കാരായിരുന്നു. ഇവരുടെ കവിതകളെ പൊതുവെ ഗൗരവപ്പെട്ട രചനകൾ എന്ന് പരിഗണിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിലധികവും വിനോദം, തമാശ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് അർത്ഥം, ആശയം, ചിന്ത. എന്ത് ചിന്തയാണ്, എന്ത് ആശയമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? വെറും തമാശയാണ്. അപ്പോൾ തമാശ കളയൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തമാശ കളയൂ, വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കൂ. ചിന്തയാണ് പ്രധാനം, ആശയമാണ് പ്രധാനം, അർത്ഥമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഇ.വി. കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളെ പോലും നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും. ആ പ്രഹസനങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? വാസ്തവത്തിൽ അത് തമാശയായിട്ട് നമ്മൾ ചിരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഗൗരവമുള്ളവരായി തീരൂ എന്ന് തന്നെയാണ്. അതിനെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് സങ്കല്പനങ്ങൾ ആധുനികീകരണത്തിൽ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് ഭാഷയിൽ വളരെ കൃത്യമായി പ്രാവർത്തികമായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ മലയാളം എന്ന രീതിയിലുള്ള മലയാളത്തെ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ സാധനമാണ് മാനകീകരണം എന്നത്. മാനകീകരണം എന്നത് വാസ്തവത്തിൽ അടിച്ചൊതുക്കലാണ് എന്നും പറയും. നമ്മളതിനെ ഇത്രയും കാലവും, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിനെ നമ്മൾ വളരെ ശ്രേഷ്ഠമായ ഒന്നായിട്ട് പരിഗണിക്കുന്നു. വാസ്തവത്തിൽ പൊതുമലയാളം എന്ന് പറയുന്ന ആവശ്യം വരികയും അത്തരം ഒരു ചരിത്ര സന്ദർഭം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാനകീകരണം ഒരു ആവശ്യമാണ് എന്ന് സമ്മതിക്കേണ്ടത്. എന്നാൽ ഈ മാനകീകരണത്തിൽ തഴയപ്പെട്ടു പോയ, അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട, അടിച്ചൊതുക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മാനകീകരണം എപ്പോഴും സംശുദ്ധമായ അല്ലെങ്കിൽ ശരിയായ ഒരു രീതിയല്ല. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിക്കുന്ന, ക്രിയയെ കുറിക്കുന്ന വാക്കുകൾ എടുത്താൽ, പദങ്ങൾ എടുത്താൽ, മിക്കവാറും ജാതി അനുസരിച്ച്, ദേശമനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നും ഒരു പ്രയോഗത്തെ മാത്രം എടുത്ത് ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം എന്ന് പറയുക. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഇതാണെന്നും മറ്റുള്ളതൊക്കെ സബ് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മാനകീകരിക്കുന്നത്. ഒരുപക്ഷെ ഐക്യത്തിന്, എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നതിന് അത്തരം ചില പ്രക്രിയകൾ ആവശ്യമായിരിക്കും. പക്ഷെ എപ്പോഴും ഒരു വിഭാഗത്തിന്റെ പ്രയോഗങ്ങളെ മാത്രം താഴ്ത്തിക്കെട്ടുകയും അല്ലെങ്കിൽ തള്ളിക്കളയുകയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രം സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് തീർച്ചയായും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് വളരെ
നിഷ്പക്ഷമായ അല്ലെങ്കിൽ നിർദോഷമായ ഒരു പ്രക്രിയ ആയിരുന്നില്ല മാനകീകരണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഭാഷയുടെ വൈവിധ്യം ഇന്ന് നമ്മൾ തിരിച്ചറിയും. പണ്ട് ഈ വൈവിധ്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മാനകീകരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പാഠപുസ്തകങ്ങൾ രചിക്കേണ്ടി വരുമ്പോൾ, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ സാഹിത്യരചന നടത്തേണ്ടി വരുമ്പോൾ ഒക്കെ, ലേഖനങ്ങളടക്കമുള്ള സാഹിത്യരചന നടത്തേണ്ടി വരുമ്പോഴൊക്കെ ഈ തരത്തിലുള്ള മാനകീകരണം ആവശ്യമായി. അത് നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയുടെ ഒരു വികാസത്തിനോ വ്യാപനത്തിനോ വേണ്ടി നമ്മൾ അംഗീകരിക്കുമ്പോഴും അതിന്റെ ഒരു പ്രശ്നത്തെ നമ്മൾ മറന്നു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പൊതുമലയാളത്തിന് വേണ്ടി തമസ്കരിക്കപ്പെട്ട, നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരുപാട് പ്രയോഗങ്ങളുടെ, ഉച്ചാരണങ്ങളുടെ ശവക്കോട്ട കൂടിയാണ് നമ്മുടെ മാനകീകരണം എന്ന് പറയുന്ന സങ്കല്പം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു സ്കെയിൽ ഉണ്ടാക്കിയിട്ട് അതില് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇതാണ് സാധുവായ പ്രയോഗം എന്ന് പറയുന്നത്. ഈ പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത് ജാതി അനുസരിച്ചും ദേശമനുസരിച്ചും അടയാളപ്പെടുത്താം. നമുക്കിപ്പം ഏകദേശം അറിയാവുന്നതുപോലെ പിന്നീട് ഇന്ന് നമ്മൾ മാനക മലയാളം എന്ന് പറയുന്ന മലയാളം, അതൊരു പ്രത്യേക പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രദേശത്ത് മുഴുവല്ല, പ്രത്യേക പ്രദേശത്ത് നിന്നിരുന്ന ഭാഷയുടെ ഒരു കുറെ സ്വഭാവങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ജാതിയുടെ അല്ലെങ്കിൽ ഒരു മധ്യവർഗത്തിന്റെ ഭാഷയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന സാധനമാണ് മാനക ഭാഷ എന്ന് പറയുന്നത്, മാനക മലയാളം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടാക്കാൻ നിർവാഹമുള്ളൂ എന്നുള്ളതാണ് അതിനവർ പറയുന്ന ന്യായം. പക്ഷെ ഈ മാനകീകരണം കൊണ്ട് നമുക്ക് ഭാഷയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ഒരു തർക്കമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനകീകരണം കൊണ്ട് അപകർഷിക്കപ്പെടുന്ന ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം, ദേശം കൊണ്ടും സമൂഹം കൊണ്ടും അപകർഷതാബോധം അനുഭവിക്കേണ്ടി വരുന്ന ജനതയുണ്ട് നമ്മൾ തിരിച്ചറിയും. അവിടെയാണ് മാനകീകരണത്തിന്റെ അപകടം എത്രമാത്രമാണ് നമ്മൾ തിരിച്ചറിയും. ജാതി കൊണ്ട് പലപ്പോഴും നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാം, ജാതി കൊണ്ട് താഴ്ന്ന നിലയിൽ ആവേണ്ടി വന്ന ഭൂരിഭാഗം ആളുകൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട്. ഭാഷ കൊണ്ടും അവരെ താഴ്ത്തി വെച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് വേറൊന്നുമില്ല, മധ്യവർഗത്തിന്റെ ഭാഷയെ മാനക ഭാഷയായി കരുതുകയും ചിലപ്പോഴൊക്കെ ഉപരിവർഗത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളെ ആ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാലത്തും അടിസ്ഥാന വർഗത്തിന്റെ ഭാഷയെ അല്ലെങ്കിൽ മൊഴികളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരു വലിയ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇതെല്ലാം തെറ്റാണെന്നോ തള്ളിക്കളണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മൾ മാനകീകരണത്തിന് അത്തരം ഒരു അപകടാവസ്ഥയുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയിലെ മാനകീകൃത രൂപങ്ങൾ പലതും സംസ്കൃതത്തോടടുത്ത അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സ്വീകരിച്ചിട്ടുള്ള രൂപങ്ങളായിട്ട് മാറും. മധ്യവർഗത്തിൻ്റെതായ ഭാഷയെ സ്വീകരിക്കുകയും അതിന് പ്രചാരം കൊടുക്കുകയും അതാണ് സ്റ്റാൻഡേർഡ് രൂപം എന്ന് പറയുകയും കൊണ്ടുകൂടിയാണ് പലതും നമ്മളിപ്പം ഏതെങ്കിലും ഒരു വാക്യത്തെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്നു പറഞ്ഞാൽ അതിനകത്ത് സംസ്കൃത രൂപമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോ അങ്ങനെ ആയിത്തീരുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞ മാനകീകരണത്തിന്റെ ഒരു അപകടം ഉള്ളത് കൊണ്ടുമില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഞാനായിട്ട് ചോദിക്കുന്നതല്ല, ഇപ്പോഴായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല, വളരെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുമ്പോൾ ആരെയാണ് നിങ്ങൾ മനുഷ്യനെന്ന് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. അതിന് ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ.
യൂറോപ്പിൽ ഉണ്ടായ ആ വാക്കിന്റെ അർത്ഥം മധ്യവർഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നത കുലജാതനായ വെളുത്ത നല്ല സാമ്പത്തിക ശേഷിയുള്ള പുരുഷനെയാണ് മനുഷ്യനെന്ന് പരിഗണിച്ചിരുന്നത്. ആ ഒരു സങ്കല്പം തന്നെ ഇവിടെയും മറ്റൊരു തരത്തിൽ പ്രാവർത്തികമാവുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടൂ. ഇതിനകത്ത് മാനകീകരണത്തില് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിപി പരിഷ്കരണവുമായി ബന്ധം. മാനകീകരണത്തിന്റെ അപകടാവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. അതിന്റെ മറ്റ് ഘടകങ്ങൾ കൂടി നമ്മൾ ആലോചിക്കണം. അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് പറയാതെ. അപ്പോൾ മാനകീകരണത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് ലിപിയുടെ പരിഷ്കരണം. ലിപി പരിഷ്കരണം വാസ്തവത്തില് അച്ചടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, എഴുത്തുമായി ബന്ധം. എഴുത്ത്, അച്ചടി. അപ്പം എഴുത്ത് പല വിവിധ വിഭാഗങ്ങളായ ആളുകൾക്ക് പ്രവേശനം സിദ്ധിച്ചപ്പോൾ മാത്രമാണ് പരിഷ്കരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഉദാഹരണമായിട്ട് എന്റെ പ്രദേശത്ത് എന്റെ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അറിയുവാൻ വേണ്ടി ഞാൻ എഴുതുന്ന ഒരു എഴുത്തിനകത്ത് എനിക്ക് പരിഷ്കരണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ എഴുതുന്നത് എന്തായാലും എന്റെ ജാതിയിലും എന്റെ ദേശത്തുമുള്ള ആളുകൾക്ക് അറിയാം, അതിനകത്ത് പ്രശ്നമില്ല. എന്നാൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, മറ്റൊരു ദേശത്തുള്ള ആളുകൾക്ക് ഞാൻ എഴുതുന്ന ലിപി അങ്ങനെ തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പൊതുവായ ഒരു ലിപി വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ലിപിയും ഇവിടുത്തെ ലിപിയും കൂടിപ്പോഴും. അപ്പൊ അതുകൊണ്ട് പലതരം എഴുത്തുകൾ വന്നതുകൊണ്ട് അവയുടെ മാനകീകരണം കൂടിയാണ് ലിപി പരിഷ്കരണം എന്നതിലേക്ക് എത്തിച്ചത്. അപ്പൊ എത്ര കുറച്ച് എഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉച്ചാരണങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അതാണ് ഭാഷാശാസ്ത്രത്തിന്റെ ഇന്നത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. കുറച്ച് എക്കണോമിക് ആയിരിക്കും, ഏറ്റവും കുറച്ച് മിതമായി ലിപികൾ ഉണ്ടാവുകയും അധികമായി ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യുക എന്നത് മിനിമൽ തിയറി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കറിയാമല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത്തരമൊരു ചർച്ചയാണ് ലിപി പരിഷ്കരണത്തിന്, മലയാളത്തിന്റെ ലിപി പരിഷ്കരണത്തെ സംബന്ധിച്ച ചർച്ചയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ലേഖനത്തിൽ വേണമെങ്കിൽ പഠിക്കുന്നത് നടത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പഠനമാണ്. അതിനകത്ത് പക്ഷെ പലതും വിട്ടുപോയിട്ടുണ്ട്. അതിനകത്ത് ലിപി പരിഷ്കരണത്തെ സംബന്ധിച്ച ആ ലേഖനത്തിനകത്ത് പല ലിപിയും ഇല്ല എന്നതാണ് എന്നുവെച്ചാൽ തെറ്റായ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ സാധുവല്ലാത്ത പ്രയോഗങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ തെറ്റാണ്. എന്നാൽ ചിലത് അച്ചടിക്കാൻ കഴിയാതെ ശൂന്യമായിട്ട് കിടന്നു. ലിപി പരിഷ്കരിച്ച് നമ്മൾ ലിപി എഴുതാൻ അച്ചില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അതിനകത്ത് ഉ എന്ന് പറയുന്ന ദീർഘ അക്ഷരത്തിന്റെ ഉപലിപി മാത്രമായിട്ട് എഴുതാൻ പറ്റും, അത് മാത്രമായിട്ട് അടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അച്ചടിയിൽ പറ്റുന്ന അച്ചുണ്ടായിരുന്ന സമയത്ത് പറ്റും, കമ്പ്യൂട്ടറിലത് നമുക്ക് കഴിയുന്നില്ല. അതിന്റെ കൂടുതലൊരു വട്ടം കൂടി വരും. അപ്പൊ ലിപി പരിഷ്കരണം, ഞാനത് പറഞ്ഞത് ലിപി പരിഷ്കരണത്തെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ പോലും ലിപിയുടെ ദാരിദ്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു തെളിവാണ് ആ ലേഖനത്തിൽ. അതുകൊണ്ട് പലതും മനസ്സിലാവുക തന്നെയില്ല, എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഊഹിച്ചെടുക്കുക മാത്രമേ നിർവഹമുള്ളൂ. അത് ചിലപ്പോൾ ആ പ്രത്യേക ലേഖനം ടൈപ്പ് ചെയ്ത ആളിന്റെ തകരാറോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ തകരാറോ ആയിരിക്കാം. പക്ഷെ അത് പുസ്തകമെടുത്തവൻ കാണിക്കുന്ന ധൈര്യത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളിയുടെ അഭിമാനബോധം എന്ന് പറയുന്നത്. മലയാളമല്ലേ, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്ന അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെ. അല്ല, ചെയ്തിട്ടില്ല, അത് ചെയ്യാതെ അത് പുസ്തകപ്പെടുത്താനുള്ള ധൈര്യം, ആ ധൈര്യം എടുത്തുണ്ടായിരുന്നേ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നല്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അത് ചെയ്യാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ആരും ഇവിടെ ചോദിക്കാൻ. അല്ല, അത് മതി. ഈ കുഞ്ഞിന് ഈ കഞ്ഞി പറ്റുമോ അങ്ങനെ കണ്ടു ചൊല്ലും, മതി. ആരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരെ നിങ്ങളിപ്പോ തന്നെയല്ലേ പഠിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ ഭാഷയുടെ സാങ്കേതികതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം
പലതവണ കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഫിസിക്സ് പഠിപ്പിക്കാൻ മലയാളത്തിന് ശേഷിയില്ല. മെഡിസിൻ പഠിപ്പിക്കാൻ മലയാളത്തിന് ശേഷിയില്ല. ജ്യോതിശാസ്ത്രം, ജ്ഞാനനിരീക്ഷണമാണ് ജ്യോതിശാസ്ത്രം, പഠിപ്പിക്കാൻ മലയാളത്തിന് ശേഷിയില്ല എന്ന് പറയുന്ന ഒരു വാദം നമ്മൾ വളരെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന് വളരെ തമാശ നിറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ, തെളിവുകളായി നമുക്ക് ലഭിക്കാനും. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, സ്വിച്ച് എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത്. മാതൃഭാഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ പോകേണ്ടി വന്നപ്പോൾ കേട്ട ചോദ്യമാണ്. 2012 എനിക്ക് തോന്നുന്നു. ടെക്നിക്കൽ സ്കൂൾ വിദ്യാഭ്യാസം അതുവരെ മലയാളത്തിലാണ് ഉണ്ടായിരുന്നത്. ഹൈസ്കൂളിൽ ആ വർഷം ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുക എന്നൊരു ഉത്തരവിറക്കി. ആ വർഷം മുതൽ ടെക്നിക്കൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം, മീഡിയം മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിറങ്ങി ആർക്കൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ മാതൃഭാഷാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സമരത്തിന്റെ കാരണമാണ്. അങ്ങനെ മാതൃഭാഷാ പ്രവർത്തകർ നിവേദനം കൊടുക്കുന്നു, തെരുവിൽ സമരം ചെയ്യുന്നു. അങ്ങനെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് ചെല്ലുന്നു. അവിടുത്തെ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നു, ഇത് ഇങ്ങനെ ശരിയാവില്ല. കഴിഞ്ഞ കൊല്ലം വരെ മലയാളത്തിൽ പഠിപ്പിച്ചിരുന്നതാണ്, ഇക്കൊല്ലം മുതൽ അത് ഇംഗ്ലീഷിലാക്കരുത്, മലയാളത്തിൽ തന്നെ തുടരണം എന്നാവശ്യപ്പെടുന്നു. അപ്പൊ വളരെ വളരെ ലളിതമായും നിസ്സാരമായും അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടികൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ITIയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ പോളിടെക്നിക്കിലേക്ക്. അവിടെ ഇംഗ്ലീഷാണ് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് ടെക്നിക്കൽ വിദ്യാഭ്യാസം മലയാളത്തിൽ തുടരാൻ കഴിയില്ല. ഇതേ ന്യായം നമുക്ക് എല്ലായിടത്തും പറ്റും. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ ഇംഗ്ലീഷിൽ. ഇപ്പോഴല്ലേ മലയാളത്തിൽ എഴുതാമെന്നൊരവസ്ഥയൊക്കെ വന്നു. അന്ന് 2012 എല്ലാം ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. ഹിസ്റ്ററി പോലും എന്ന് പറയാൻ ഈ പറയുന്ന ടെക്നിക്കൽ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. എക്കണോമിക്സ്, ഹിസ്റ്ററി തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ അടക്കം എല്ലാം ഇംഗ്ലീഷിലാണ് ഡിഗ്രിക്ക് പഠിപ്പിച്ചത്. മിക്കവാറും കുട്ടികൾ ഇംഗ്ലീഷിലാണ് ഉത്തരം എഴുതിയിരുന്നത്, തോറ്റിരുന്നത്. മലയാളത്തിൽ എഴുതി ജയിക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാം, ഇത് കഴിഞ്ഞാൽ ഫിസിക്സ് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ എന്ന് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ പറയുന്ന ന്യായം, ഒന്നാമത്തെ ന്യായം ഇതാണ്, തുടർ വിദ്യാഭ്യാസത്തിന്റെ പാത എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിലേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, മലയാളത്തിൽ സാങ്കേതിക പദങ്ങളില്ല. ഇത് നമ്മൾ വളരെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം. മലയാളത്തിൽ സാങ്കേതിക പദങ്ങളില്ല എന്നാണ്. ഇതിനകത്ത് ഒരിക്കലും MR രാഘവനൊരു കാര്യം പറയുന്നത്, മലയാളത്തിന് ശേഷിയില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മലയാളത്തിന് ശേഷിയില്ല എന്ന് പറയുന്നവരുടെ വിചാരം അവർക്കറിയാവുന്ന മലയാളമാണ് മലയാളം എന്ന്. അതൊരു വല്ലാത്തൊരു പ്രസ്താവനയാണ്. മലയാളത്തിന്റെ വിസ്താരവും ആഴവും അറിയാൻ കഴിയാതെ മുകളിലുള്ള ചെറിയ ഓളം കണ്ടിട്ട് ഇതാണ് മലയാളം എന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾ മാത്രമാണ് മലയാളത്തിന് ശേഷിയില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്ന ഭാഷയായിരുന്നു മലയാളം. ഇന്നും അതിനുള്ള കെൽപ്പതുണ്ട്, പക്ഷെ നമുക്ക് മനസ്സില്ല എന്നതാണ് പ്രധാനം. അന്ന് അവർ ചോദിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ മാഷ് പറ, സ്വിച്ച് എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം എന്താണ്? നമുക്കറിയാം സ്വിച്ച് എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം എന്താണ് എന്നതിന് പണ്ട് ഒരാൾ തമാശക്കുണ്ടാക്കിയൊരു വിവർത്തനം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. എന്താണ്? വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയുന്ന ഒരു വിവർത്തനം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പ്രചരിച്ചിരുന്നുണ്ട്. നമുക്കറിയാം അത് സ്വിച്ച് ഇടൂ എന്ന് പറയുന്നതിന് പകരം വൈദ്യുത ഗമനാഗമന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നു പറയുമ്പോഴേക്കും നേരം വിളിത്തിരിക്കും, പിന്നെ ഇതിനെ സ്വിച്ച് ഇടേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇത് ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, മനഃപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ഉദാഹരണം.
പക്ഷെ മാതൃഭാഷാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കേൾക്കാൻ സന്നദ്ധരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ചോദ്യം തിരിച്ചു ചോദിക്കുക മാത്രമാണ് പ്രവർത്തകർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചോദിക്കാൻ തിരിച്ചൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ മുഖം എന്നത് മലയാളമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മുഖം എന്ന വാക്ക് മലയാളമാണെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ, മലയാളമാണ്. അങ്ങനെയാണെങ്കിൽ സ്വിച്ചും മലയാളമാണ്. അതെങ്ങനെ ശരിയാവും? വാസ്തവത്തിൽ മുഖം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. മുഖം എന്ന് പറയുന്ന വാക്ക് സംസ്കൃതമാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ സ്വിച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് നിങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രണ്ടും മലയാളം. അപ്പോൾ ഒരു വാക്യം എപ്പോഴാണ് മലയാളമായി മാറും? അതാണ് നമ്മുടെ ചോദ്യം. ഒരു വാക്യം എപ്പോഴാണ് മലയാളമായി മാറും? നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ നമുക്കൊരു സാങ്കല്പികമായ ഉദാഹരണം ഉണ്ടാക്കിയാൽ, സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്തോ ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ്സിൽ ഒരു അറിയിപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിസ്റ്റം ലൗഡ് സ്പീക്കർ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഒരു അറിയിപ്പ് കേൾക്കുകയാണ്. എന്താണ് അറിയിപ്പ് എന്ന് വെച്ചാൽ, ആനുവൽ എക്സാമിനേഷന്റെ ഫീസ് അടച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് സൂപ്രണ്ടിനെ കണ്ട് ഫീസ് അടച്ച് സ്ലിപ്പുമായി ക്ലാസ് ടീച്ചറെ കാണേണ്ടതാണ് എന്നൊരു അറിയിപ്പ് വരും. ഈ അറിയിപ്പ് കേട്ടാൽ ഇത് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് എങ്ങനെ നോക്കൂ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പലതും ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. എന്താ പറഞ്ഞത്? ആനുവൽ എക്സാമിനേഷന്റെ ഫീസ് അടച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസ് അല്ലെ, ഓഫീസിൽ ചെന്ന് സൂപ്രണ്ടിനെ കണ്ട് ഫീസ് അടച്ച് സ്ലിപ്പ് വാങ്ങി ക്ലാസ് ടീച്ചറെ കാണും. കൂടുതൽ വാക്കുകളും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കൂടുതൽ വാക്കുകളും ഇംഗ്ലീഷാണ്. ഈ വാക്യം മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് തോന്നുന്നു മലയാളമാണോ ഇംഗ്ലീഷാണോ? ശശിമാഷിന് അവകാശമില്ല ഉത്തരം പറയാം. ശശിമാഷൻ മാഷായത് നന്നാക്കുക, പിള്ളേർക്ക് പറയാം. മാഷ പറഞ്ഞാണ് ഉത്തരം മലയാളമാണ്. എന്താ കാരണം? അതിന് കാരണം വേറൊന്നുമില്ല, ഈ വാക്യം ലോകത്തിൽ ആർക്കെങ്കിലും മനസ്സിലാവുകയും അത് മലയാളിക്ക് മനസ്സിലാവും. ശരിയല്ലേ? എന്താ അതിന്റെ കാരണം? മലയാളിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിലെ വാക്കിന്റെ അർത്ഥം അറിയത്തില്ല മാത്രം. അപ്പം വാക്കല്ല, വ്യാകരണമാണ് ഭാഷയെ നിർണയിക്കുന്നത്. മലയാളിക്ക് എപ്പോഴാണോ ഒരു വാക്യം മനസ്സിലാവുന്നത് അപ്പോഴാണത് മലയാളമാവുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു മൗലികവാദത്തിന്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, മൈക്ക് എന്ന് പറയുന്നത്, ബസ് എന്ന് പറയുന്നത്, കാറ്, ലോറി, ഇതൊക്കെ മലയാളമാണ്. ഏതുപോലെ നമ്മള് നൂറുകണക്കിന് സംസ്കൃത വാക്കുകൾ മലയാളമാണ് എന്ന് അഹങ്കരിക്കുന്നത് പോലെ, കടലാസ് എന്ന് പറയുന്നത് മലയാളമാണെന്ന് പറയാൻ നമുക്കൊരു ലജ്ജയില്ല. ജനൽ എന്ന് പറയുന്നത് മലയാളമാണെന്ന്, ഹാജർ എന്ന് പറയുന്നത് മലയാളമാണെന്ന് പറയും. ഇതൊന്നും മലയാളം. ബാങ്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണെന്ന് പറയും, ഇംഗ്ലീഷാണ്. അപ്പൊ നമ്മുടെ ചില മിഥ്യാധാരണകൾ കൊണ്ടാണ് നമ്മൾ ചില ഭാഷകളെ അത് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മലയാളിക്ക് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നതാണ് നമ്മൾ മലയാളം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അതിനകത്ത് മലയാളിയുടെ ജീവിത വ്യവഹാരങ്ങളിൽ വരുന്നത് മുഴുവൻ ഉണ്ടാവും. വിവിധ ഭാഷകളുണ്ടാവും, വിവിധ വിജ്ഞാനങ്ങളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഉറുദു ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, റഷ്യൻ ഉണ്ടാവും, ചൈനീസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മലയാളിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് മെഡിസിൻ മലയാളത്തിൽ പഠിപ്പിക്കും. കാരണം എന്താ? അത് ജർമ്മൻ പഠിപ്പിക്കുന്നു. ജർമ്മൻ ഭാഷയിൽ മെഡിസിൻ പഠിപ്പിക്കുന്നുണ്ട്. എമ്മൂത്തിന് വളരെ മനോഹരമായിട്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അവര് ഇ വി രാമകൃഷ്ണൻ അതിനെ കുറിച്ച് പറയും. അപ്പൊ അതുകൊണ്ട് മലയാളത്തെ സംബന്ധിച്ച നമ്മുടെ വിദ്യാധാരണ എപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നുവോ അപ്പോൾ മാത്രമാണ് മലയാളി പിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ
മലയാളത്തിന് എത്ര വികസിക്കാൻ കഴിയുമോ അത്ര മാത്രമേ മലയാളിക്ക് വികസിക്കാൻ കഴിയൂ. മാതൃഭാഷയിലാണ് ലോകം വികസിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയും. ലോകത്തിൽ മാതൃഭാഷയിലല്ലാതെ വികസിച്ച ഒരു രാജ്യവും എല്ലാ രാജ്യങ്ങളും, നമ്മൾ ഒന്നാം ലോക രാജ്യങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന എല്ലാ രാജ്യങ്ങളും വികസിച്ചിട്ടുള്ളത് അവരുടെ മാതൃഭാഷയിലാണ്. ഈ മൂന്നാം ലോക രാജ്യങ്ങൾ, ഒരു കാലത്ത് കോളനികളായിരുന്ന മൂന്നാം ലോക രാജ്യങ്ങൾ മാത്രമാണ് എന്താവുന്നത്, മറ്റൊരു ഭാഷയിൽ വികസിക്കാമെന്ന് സ്വപ്നം കാണും. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം മറ്റൊരു ഭാഷ എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്, മൂന്ന് തരത്തിലാണ് ഭാഷ. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ഭാഷാശാസ്ത്രത്തിന്റെ സങ്കല്പം അനുസരിച്ച് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ മാതൃഭാഷ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന സാധനമാണ്. മാതൃഭാഷയ്ക്ക് വസ്തുവിൽ മാതാവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു ശിശു അത് പറഞ്ഞിട്ടുണ്ടാവും, സമൂഹത്തിൽ നിന്നും ആദ്യം സ്വീകരിക്കുന്ന ഭാഷ ഏതാണോ അതാണ് മാതൃഭാഷ. എന്താ കാരണം? അതിനെന്തൊരു പ്രത്യേകത? അത് നമ്മുടെ വൈകാരിക തലവുമായി ഇഴുകിച്ചേർന്ന് നമ്മുടെ വികാരങ്ങൾ മുഴുവനും രൂപപ്പെടുന്നത് ഈ ഭാഷയിലൂടെ, ഒന്നാമത്തെ ഭാഷയിലൂടെ. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഭാഷയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ ഭാഷകളും സെക്കൻഡ് ലാംഗ്വേജ്. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ, ചില അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നിൽ കൂടുതൽ മാതൃഭാഷകളുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം സ്വീകരിക്കുന്ന ഭാഷ ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കില്ല. വീട്ടിനകത്തൊന്ന്, വീട്ടിന് പുറത്തൊന്ന് ഒരേപോലെ സ്വീകരിക്കുവാൻ കഴിയുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മാതൃഭാഷയായിരിക്കില്ല, രണ്ട് മാതൃഭാഷ ഉണ്ടാവും. രണ്ടിലും അവർക്ക് ഒരേപോലെ വികാരത്തെ വിനിമയം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിന്റെ സവിശേഷത. അല്ലാതെ ഇതിന് രക്തബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ബന്ധമൊന്നുമില്ല. സാമൂഹികമായ ഒരു ബന്ധമാണ് മാതൃഭാഷ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് മൗലികവാദം അല്ല ഭാഷയെ സംബന്ധിച്ച് നമ്മൾ ഉയർത്തും. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ എനിക്ക് പൗത്രഭാഷ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്യക്തിത്വങ്ങൾ അടക്കമുള്ള ആളുകളുടെ സംഭാവനയെ സംബന്ധിച്ചും മലയാളത്തിന്റെ ഒരു രൂപീകരണത്തെ സംബന്ധിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇ വി രാമകൃഷ്ണൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മതേതരമായ, എല്ലാ വിഭാഗങ്ങൾക്കും അതീതമായ മതേതരമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വൃത്താന്ത പത്രങ്ങൾക്ക് ഉണ്ടായിരുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് അദ്ദേഹം പറയുന്നു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ സംഭാവന അദ്ദേഹം പറയുന്നു. മാപ്പിള കേട്ടോ, വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞാൽ കേരള പത്രിക എന്ന് പറയുന്ന പത്രം എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെട്ടിരുന്നത്. സമൂഹം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാകുന്നത് ആധുനിക കാലഘട്ടത്തിലാണ് നമുക്കറിയാം. അതിനു മുമ്പ് വ്യത്യസ്ത സമുദായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന, ഒരുമിച്ച് പെരുമാറാവുന്ന ഇടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഭാഷയ്ക്ക് പൊതുവായി ഇടപെടാവുന്ന ഇടങ്ങൾ ഉണ്ടായേ പറ്റൂ. ഭാഷയ്ക്ക് പൊതുവായി പെരുമാറാവുന്ന ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഭാഷയുടെ ആധുനീകരണവും മാനവീകരണവും സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മഹാകാവ്യം, ഖണ്ഡകാവ്യം തുടങ്ങിയ കാവ്യങ്ങളിൽ നിന്നും, ആട്ടക്കഥകൾ തുടങ്ങിയവയിൽ നിന്നും സാധാരണക്കാരെന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ കോമയിലാണ് കേട്ടോ, ഭാഷയിലേക്ക് സാഹിത്യം മാറുന്നു. അതുവരെ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, സാഹിത്യം എന്ന് പറയുന്നത് പദ്യം, കവിത എന്നാണ് പറഞ്ഞത്. കവി എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ, സാഹിത്യകാരി ഇല്ലട്ടോ, സാഹിത്യകാരൻ. അപ്പൊ കവി എന്നാണ് പൊതുവെ അറിഞ്ഞത്. സാഹിത്യം രചിക്കുന്ന ആളുകളെ കവി എന്നാണ് പറയുന്നത്. കാരണം പദ്യത്തിലാണ് എല്ലാവരും എഴുതിയത്. 19ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഗദ്യം എന്ന് പറയുന്ന ഒരു ഭാഷാരൂപത്തിന്റെ സാധ്യത വികസിക്കുന്നത്. ഇപ്പൊ ഗദ്യം വരുന്നതോടുകൂടി സാഹിത്യത്തിന്റെ പ്രയോഗ തലങ്ങൾ മുഴുവനും മാറിപ്പോവുകയാണ്. എന്തും ആവിഷ്കരിക്കാം. നമ്മുടെ വികാരങ്ങൾ,
നമ്മുടെ വിചാരങ്ങൾ. അപ്പൊ അതിനകത്ത് പ്രവേശനാനുമതി ചിലർക്ക് മാത്രമെന്ന കടമ്പയില്ല. പ്രവേശനാനുമതി ചില വിഷയങ്ങൾക്ക് എന്ന് പറയുന്ന കടമ്പയില്ല. അപ്പൊ അത്തരം കടമ്പകളെ പിഴുതു മാറ്റിക്കൊണ്ട് ഗദ്യ രൂപം സാഹിത്യത്തെയും സാമൂഹിക വിഷയങ്ങളെയും ജനകീയവൽക്കരിച്ചു എന്ന് നമ്മൾക്ക് കാണാം. അതില് പത്രങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വിശദീകരിക്കുകയാണ് ഈ വീരാമണ്ഡലൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ലേഖനത്തെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വളരെ രസകരമായ ലേഖനമാണത്. വായിച്ചു തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുന്നവരെ നമുക്ക് ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്ന പോലെ വായിക്കാവുന്ന ലേഖനമാണ് ഈ വീരാമകൃഷ്ണന്റെ. ഒന്നിന്റെയുമാണ് കുറച്ചൊരു സാങ്കേതിക കാര്യങ്ങൾ പറയുന്നത് വേണുഗോപാൽ പണിക്കരുടെ ലേഖനമാണ്. അതും രസകരം തന്നെയാണ്. അത് പക്ഷേ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ രസകരമായിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് ഈ വീരാമകൃഷ്ണൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ പറയാൻ പറ്റുമല്ലോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാളത്തിലൂടെയാണ് നമ്മൾ കാലത്തെ മനസ്സിലാക്കുന്നത്, ദേശത്തെ മനസ്സിലാക്കുന്നത്, ദേശീയതയെ മനസ്സിലാക്കുന്നത്. കാലം, ദേശം, ദേശീയത, ഈ ബോധ്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ കാലം, പുതിയ കാലം, വർത്തമാനകാലം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അതുവരെ ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ വർത്തമാനകാലത്തിൽ ജീവിക്കുകയും ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഗദ്യരൂപം വികസിക്കുന്നതോടുകൂടിയാണ് എന്ന് പറയാം. സ്വപ്നം കാണാൻ കഴിയുന്ന, അങ്ങനെ പറയുന്നു, സ്വപ്നം കാണാൻ കഴിയുന്ന ഭാഷയിലാണ് എഴുതാൻ കഴിയുക. ഒരേ സമയം 4 ഭാഷ സംസാരിച്ചിരുന്ന ഒരു ദിവസം നിർബന്ധമായും 4 ഭാഷ പ്രയോഗിച്ചിരുന്ന ആളാണ് എംഒ. പക്ഷെ ഒരു വരിയെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ, സർഗാത്മകമായി ഒരു വരിയെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ. അതാണ് മാതൃഭാഷയുടെ സവിശേഷത എന്ന് എംഒ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ദേശത്തെ സംബന്ധിച്ച്, കാലത്തെ സംബന്ധിച്ച്, നമ്മുടെ ദേശീയതയെ സംബന്ധിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മളിൽ വേരുറയ്ക്കുന്നത്, നമുക്ക് മലയാളം എന്ന് പറയുന്ന ദേശം ഉണ്ടായി വരുന്നത് ഒക്കെ ഭാഷയുടെ കരുത്തുകൊണ്ടാണ്, ഭാഷയുടെ വികാസത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാഷയുടെ ആധുനീകരണത്തിന്റെ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ സങ്കല്പനങ്ങളുടെ നാഴികക്കല്ലുകൾ, മലയാളം എന്ന് പറയുന്ന ഒന്ന് അങ്ങനെ ഒരു ഭാഷയുണ്ട് എന്ന് ആദ്യം സമ്മതിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സമ്മതിപ്പിക്കേണ്ടി വരുന്നു, ഉറപ്പിച്ചെടുക്കുന്നു. പിന്നീട് അതിന്റെ ഇടങ്ങൾ വ്യാപിപ്പിക്കേണ്ടി വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയൊരു ഇടമല്ല, വ്യത്യസ്തമായ പലതരം ഇടങ്ങളിലേക്ക് അത് വ്യാപിക്കുകയാണ്. എല്ലാ മലയാളികളുടെയും ജീവിതത്തെ ഉൾക്കൊള്ളാൻ പാകത്തിന് മലയാളത്തെ വ്യാപിപ്പിക്കുന്നു. ഒരിടത്തിരുന്നുകൊണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തിരുന്നുകൊണ്ട് ലോകത്തെ മുഴുവനും കാണാൻ കഴിയുന്നു. ലോകത്തെ നിങ്ങൾക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ പറ്റുന്നു. നിങ്ങളുടെ ലോകം വലുതാക്കാൻ കഴിയും. ഒക്കെ നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭാഷയെ ആധുനികമാക്കി തീർക്കേണ്ടത് എന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഒരു ആശയമാണ് ഈ ചെറിയ ഒരു ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഭാഷയുടെ ആധുനീകരണവും മാനകീകരണവും അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും മാനകീകരണം നിരന്തരമായി നടക്കുന്നുണ്ട്, ആധുനീകരണവും നിരന്തരമായി നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രപരമായ പ്രസക്തിയും ആവശ്യകതയും ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ആരും പോകരുത്. അതായത് ഒരു സംശയ നിവാരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. 12:30 വരെയാണ് നമ്മുടെ സമയം. ഇപ്പോൾ ചോദ്യങ്ങൾ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. മാനകീകരണത്തിന്റെ പോസിറ്റീവ് വശങ്ങളാണ് ജിനു ചോദിച്ചു.
വാസ്തവത്തില് മാനകീകരണത്തിന്റെ പോസിറ്റീവ് വശങ്ങളാണ്. ആ അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാനകീകരണം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. അതായത് എപ്പോഴും വിവിധ ഭാഗങ്ങളായി തന്നെ നിലനിൽക്കുമ്പോൾ ഇപ്പം ജാതിവാല് മുറിച്ചുകൊണ്ട് ആളുകളെ എങ്ങനെയാണോ നമ്മൾ ഏകീകരിച്ച് ഒരു സമൂഹമാക്കി മാറ്റിയത്, അതുപോലെ തന്നെ ഭാഷയിലും ഈ തരത്തിലുള്ള മാനകീകരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പര്യായ പദങ്ങളായിട്ട് പോലും പരിഗണിക്കാതെ ഒരുപാട് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ പര്യായ പദങ്ങൾ ഒരുപാടുണ്ട്. ഭാഷയുടെ വൈവിധ്യം നിലനിൽക്കെ തന്നെ ഒരെണ്ണത്തിനെ മാനകീകരിക്കും. നമ്മൾ ഈ എല്ലാ പ്രസാധകർക്കും, പത്രങ്ങൾക്കും പ്രസാധകർക്കും ഒക്കെ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന സാധനം, സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്നത് മാനകീകരണം തന്നെ. അപ്പം ഒരു വാക്യം, ഒരു പാരഗ്രാഫ് വായിച്ചാൽ ആരാണ് പ്രസിദ്ധീകരിച്ചത് നമുക്ക് പറയാൻ പറ്റും. സ്റ്റൈൽ ബുക്കിനെ കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ക്രിയയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമത്തിന്, ഒരു വസ്തുവിന് പറയുന്ന വ്യത്യസ്തമായ പേരുകളിൽ ഒന്ന് മാത്രം പ്രയോഗിച്ചാലാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ മാനകമാക്കി വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോഴാണ് പാഠപുസ്തകങ്ങൾ നമുക്ക് രചിക്കാൻ പറ്റും. അപ്പൊ പാഠപുസ്തകം തിരുവനന്തപുരം ജില്ലക്കാർക്ക് വേണ്ടിയോ നമ്പൂതിരിമാർക്ക് വേണ്ടിയോ നായന്മാർക്ക് വേണ്ടിയോ കൊല്ലം വേണ്ടിയോ അല്ല. അപ്പൊ മലയാളം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ വാർത്തെടുക്കണമെങ്കിൽ, രൂപീകരിക്കണമെങ്കിൽ, മലയാളം എന്ന് പറയുന്ന സങ്കല്പത്തില്ല, മലയാള സമൂഹത്തെ നമുക്ക് രൂപീകരിക്കണമെങ്കിൽ ആ തരത്തിൽ മാനകീകരണം പറ്റും, അല്ലാണ്ട് പറ്റില്ല. പൊതുമലയാളം എന്നൊരു സങ്കല്പം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. മാനകീകരണം കൊണ്ട് മാത്രമേ പറ്റൂ. പക്ഷെ മാനകീകരണത്തിലുള്ള അപകടം അത് ചില പ്രത്യേക സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും, നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന പല വാക്കുകളും അന്ന് മാനകമായിട്ട് അംഗീകരിച്ചെങ്കിൽ മാനകമായനെ. പക്ഷെ അത് മുഴുവനും അടിസ്ഥാനവർഗത്തിന് തള്ളിക്കളഞ്ഞ മുഴുവൻ അടിസ്ഥാനവർഗത്തിൻ്റെതാണ്. ഇപ്പം മോറ് എന്ന് പറയുന്ന ഒരു വാക്കും, മോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മീഡ് എന്ന് പറയുന്ന വാക്ക്, ഇത് രണ്ടും മുഖത്തെ സംബന്ധിക്കുന്ന വാക്ക്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് മുഖം എന്നതിനെ മാനകമായിട്ട് സ്വീകരിച്ചു? അതൊരു പ്രത്യേക വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരിക്കൽ പോലും ഈ മോറ്, മീഡ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന ജനതയുടെ വാക്കുകളെ മാനകമായിട്ട് പരിഗണിച്ചില്ല. ആ അപകടത്തെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുഖം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടി മനസ്സിലാക്കത്തക്ക രീതിയിൽ സ്കൂളുകളിൽ പഠിപ്പിക്കും. അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്, അത് സാധ്യമാകുന്നത് മാനകീകരണം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സാധ്യമാകില്ല. മനസ്സിലായി? പത്രങ്ങൾ ഉണ്ടാവുന്നത്, പത്രഭാഷ ഉണ്ടാകും, അല്ലെങ്കിൽ പത്രങ്ങൾ എല്ലാവരും വായിക്കാൻ തയ്യാറാവുന്നത് മാനകീകരണം കൊണ്ടാണ്. മനസ്സിലായില്ല? അപ്പൊ ആ പോസിറ്റീവ് വശങ്ങളാണ് ഏറെ ഉള്ളത്. പക്ഷെ അത് പ്രശ്നവൽക്കരിക്കുമ്പോൾ മാനകീകരണം എന്ന് പറയുന്നത് എന്താണ്, വളരെ നിർദോഷമായ ഒന്നല്ല. അതിന് ഇന്ന് നമ്മൾ കാണുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് മാനകീകരണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാനകീകരണത്തിന്റെ ഫലമാണ് ഇന്നത്തെ മലയാളം എന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്നിരിക്കെ അത് അങ്ങനെ നമ്മൾ തൊണ്ടതൊള്ളാതെ വിഴുകേണ്ടതൊന്നല്ല. അതിനകത്ത് ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞത് അതുകൊണ്ടാണ്. മാനകീകരണം കൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നത് ഒക്കെ മാനക മലയാളം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പലർക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെ മാനക മലയാളം ഉള്ളത് കൊണ്ടാണ് നോവലുകളിലെ സംഭാഷണങ്ങൾക്ക് വളരെ പ്രിയമേറും. ഇപ്പം നോവലിലെ സംഭാഷണങ്ങൾ പ്രാദേശിക ഭാഷയിലോ ജാതി ഭാഷയിലോ അല്ലെങ്കിൽ വാമൊഴിയിലാണ് സംഭാഷണങ്ങൾ. അത് പ്രിയപ്പെട്ടതാകുന്നതുകൊണ്ടാണ്. അത് മാനക മലയാളത്തിലല്ല. മാനക മലയാളത്തിലാണെങ്കിൽ അതിനങ്ങനെ വികാരം കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്കൊരു പ്രിയം, നമുക്ക് അതിന് നാട്ടുപ്രയോഗം അല്ലെങ്കിൽ അതിന് ഒരു തനിമയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അത് മാനകമല്ല. അപ്പൊ മാനകം എന്ന് പറയുന്ന സാധനം വേറെ ഉണ്ട്. മാനകം എന്ന് പറയുന്ന സാധനം വേറെ മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് പ്രിയം കൂടുന്നത്. മനസ്സിലായി? അത് മാത്രമല്ല, മാനക മലയാളം എന്ന് പറയുന്നത് ഒരു ഭാഷാഭേദം മാത്രമാണ്. അത് മലയാളമല്ല, അല്ല, അതല്ല യഥാർത്ഥ മലയാളം. അത് ഒരു ഭാഷാഭേദം മാത്രമാണ്. യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത് എല്ലാം മലയാളം. പ്രാദേശികമായും സാമൂഹികമായുമുള്ള എല്ലാ ഭേദങ്ങളെയും നമുക്ക് മലയാളത്തിൽ വിളിക്കാൻ പറ്റും. അല്ലാതെ ഒന്ന് മോശമെന്നോ ഒന്ന് താഴെയാണെന്നോ ഒന്ന് മുകളിലാണെന്നോ പറയാൻ പറ്റും. അതുപോലെ ഒന്ന് മാത്രമാണ് മാനക മലയാളം. അതൊരു ഭാഷാഭേദം മാത്രമാണ്. ആ ഭാഷാഭേദത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് മാത്രം. മറ്റൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല, സ്വാഭാവികമായിട്ടുണ്ടായതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷാഭേദമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ എനിക്ക് പറയാനുള്ള വിശദീകരണം. അത് കുറെ പറയാവുന്നതേ ഉള്ളൂ, പക്ഷെ അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, മാതൃഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല. അത് എപ്പോഴും നമുക്ക് സാമൂഹികമായി ലഭിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ആയമാന്റെ ഭാഷയാണ് എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ പറയാറുള്ളത് കാര്യം, ബഷീറിന്റെ
പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവൽ, പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവലിനകത്ത് ഒരു സന്ദർഭം, ബഷീറിന്റെ വീട്ടിലെ കാര്യങ്ങളാണെന്നാണല്ലോ പറയുന്നത്. ബഷീറിന്റെ അനുജൻ അബ്ദുൽ ഖാദർ ഒരു കാലിന് പോളിയോ ബാധിച്ച് നണ്ടിയായിട്ടുള്ള മനുഷ്യൻ. അയാള് ഒരിക്കലും വീട്ടിൽ വെച്ചിട്ട് അമ്മയോട് സംസാരിക്കുന്നു. ഊണ് കഴിക്കുന്ന സമയത്ത് മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും എന്ന് പറയുന്ന സന്ദർഭം ബഷീർ ഉദ്ധരിക്കുന്നു. അപ്പം നമ്മള് ബഷീർ അത്രയും പറയുന്നത് നമ്മൾ ഊഹിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ബഷീറിന്റെ അനുജൻ അബ്ദുൽ ഖാദർ, വാപ്പ, 3 പേരിൽ നിന്ന് ഊണ് കഴിക്കുന്നു. സ്വാഭാവികമായി എന്ന് വെച്ചാൽ മുമ്പത്തെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഉമ്മ വിളമ്പി കൊടുക്കുന്നു സങ്കല്പിക്കും. അപ്പൊ അതിനിടയിൽ അബ്ദുൽ ഖാദറിന് വെള്ളം വേണമെന്ന് തോന്നുന്നു. അബ്ദുൽ ഖാദർ ഉടനെ ഉമ്മയോട് വെള്ളം ആവശ്യപ്പെടുന്ന സന്ദർഭമാണ് ബഷീർ. അത് ഉണ്ടായിരുന്നോളം നമുക്കറിയില്ലല്ലോ. ബഷീർ പൊതുവെ ഒരു ഭാഷയുടെ ഒരു സ്വാഭാവികതയിൽ ഊന്നുന്ന ആളായതുകൊണ്ട് മാതൃഭാഷ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഉണ്ടാക്കിയതുമായിരിക്കും, നമുക്കറിയില്ല. ഏതായാലും അതിനകത്ത് ഈ അബ്ദുൽ ഖാദർ വെള്ളം ചോദിക്കുന്ന സന്ദർഭത്തെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും എന്ന് പറഞ്ഞു. എന്നിട്ട് ബഷീർ പറയുന്നത് ഉമ്മ കയ്യിൽ നിന്ന് തടി കൊണ്ട് അവന്റെ തലക്കടിച്ചു. അപ്പൊ എന്റെ ചോദ്യം, ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ എന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ആശയവിനിമയത്തിന്റെ ഉപാധിയാണല്ലോ ഭാഷ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വാക്യം ഒരാൾ ഉച്ചരിച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് അടി കിട്ടിയത്? വെള്ളം കിട്ടിയില്ല, കിട്ടേണ്ടത് വെള്ളമാണ്. ഇത് ആശയവിനിമയത്തിന്റെ ഉപാധി ആയിരുന്നെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും വാക്യം മനസ്സിലാകാതെ പോകുമോ? ഇല്ലല്ലോ, മനസ്സിലാവാതെ പോവില്ല. പക്ഷേ കിട്ടിയത് അടിയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാകുന്നത് ഈ വാസ്തവത്തിൽ അയാൾക്ക് വെള്ളം കിട്ടണമായിരുന്നെങ്കിൽ അയാൾ എന്ത് പറയണം? വെള്ളം വേണ്ടിയിരുന്നെങ്കിൽ അയാൾ എന്ത് പറയണമായിരുന്നു? വളരെ ലളിതമാണ്. ഉമ്മക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അല്ലെ, ഉമ്മക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് അടിയും കിട്ടൂല, പകരം പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും എന്ന് പറയുന്ന വാക്യവും ഉമ്മക്ക് ഇത്തിരി വെള്ളം വേണം എന്ന് പറയുന്ന വാക്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സംബോധനയാണ്. ഒരിടത്ത് മാതാവേ എന്ന സംബോധന, മറ്റൊരിടത്ത് ഉമ്മ എന്ന സംബോധന. എന്താ വ്യത്യാസം? അർത്ഥം കൊണ്ട് തുല്യമല്ല ആണല്ലോ. അമ്മ എന്നുള്ളതിന്റെ പര്യായ പദങ്ങളായിട്ടാണ് നമ്മൾ ഒരുപാട് പദങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ജനനി, ജനയത്രി, തായ, തള്ള, ഇതൊക്കെ അമ്മ എന്ന് പറയുന്ന പദത്തിന്റെ, മമ്മി, ഇതൊക്കെ അമ്മ എന്നതിന്റെ, ഉമ്മ എന്നതിന്റെ പര്യായ പദങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അർത്ഥം തുല്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നമ്മൾക്ക് തള്ള എന്ന് പറയുന്നത് അമ്മ എന്ന പദത്തിന് തുല്യമായ പദമാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ശ്രമിച്ചു നോക്കാം. അപ്പൊ എന്താണ് തള്ള എന്ന്, രാത്രി എന്താണ് കറി എന്ന് ചോദിക്കാവുന്നതാണ്. ചോദിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൈ അകരം മാറി നിന്ന് ചോദിക്കാവുള്ളൂ. കാരണം ബഷീറിന്റെ ഉമ്മയുടെ കയ്യിൽ തവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ഉമ്മയുടെ കയ്യിൽ ഉണ്ടാവുക ചിലപ്പോൾ തൂമ്പയായിരിക്കും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്നുള്ളതാണ്. അപ്പൊ എന്താണ്, അപ്പോ ഉമ്മ എന്ന് വിളിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മാതാവേ എന്ന് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതറിയണമെങ്കിൽ ഈ സംബോധനകളുടെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ ശൈശവത്തിലേക്ക് പോകണം. മനുഷ്യ ശിശുവിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ കാലത്തേക്ക് അതൊരു പരാശ്രയ ജീവിയാണ്. മനുഷ്യ ശിശു ഒരു പരാശ്രയ ജീവി എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ശിശു ജനിച്ചു വീണാൽ വീണിടത്ത് കിടന്ന് കരയുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരച്ചിൽ മാത്രമാണ് അതിനുള്ള ഒരേ ഒരു ഈ വിനിമയ മാർഗം എന്ന് പറയുന്നത്. ലോകത്തിലുള്ള ഒരു ജീവിക്കും ഈ ഒരു അവസ്ഥയില്ല. നോക്കൂ, പശുക്കുട്ടി ജനിച്ചു വീണ 1/2 മണിക്കൂർ കൊണ്ട് അത് വേച്ച് എഴുന്നേറ്റ് നിന്ന് അല്ലെ, അത് നടന്ന് തള്ളപ്പശുവിന്റെ അടുത്തേക്ക് പോകും. തള്ളപ്പശുവിന്റെ അടുത്ത് നമ്മൾ കിട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ അത് കൊണ്ടുവരില്ല, അല്ലെങ്കിലും വരില്ല. തള്ളപ്പശു അവിടുന്ന് കാര്യം അത്രേ ഉള്ളൂ, ഒച്ചുണ്ടാക്കും. ഈ പശുക്കുട്ടി എഴുന്നേറ്റ് നിന്ന് അത് പോകുന്നുണ്ട്, നമുക്ക് ചങ്ക് പടയും. തള്ളപ്പശു എടുക്കും. അത് വേച്ച് എണീറ്റ് ചെന്ന് പശുവിന്റെ അടുത്തിൽ ചെന്ന് പാൽ കുടിക്കും. എന്തിന്? കണ്ണ് തുറക്കാത്ത പൂച്ചക്കുട്ടി ജനിച്ചാല് 3-4 ദിവസം കഴിഞ്ഞാലേ കണ്ണ് തുറക്കുള്ളൂ. കണ്ണ് തുറക്കാത്ത പൂച്ചക്കുട്ടി എങ്ങനെയാണ്? ഒരു പൂച്ചയുടെ ഒരു പ്രസവത്തില് 5, 6, 8 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങള് മുഴുവനും തിക്കിത്തിരക്കിയാണ് പാല് കുടിക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോ തള്ളവരെടുത്ത് ഇങ്ങനെ കിടക്കും. ഈ കുഞ്ഞുങ്ങൾ തിക്കിത്തിരക്കി അകറ്റിൽ ചെന്ന് പാല് കുടിക്കും. ചിലതൊന്നും കിട്ടില്ല, കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ പാല് കിട്ടില്ല.
അപ്പൊ അത് മുല കിട്ടില്ല. അപ്പൊ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിക്കിത്തിരക്കുമ്പോൾ അതുവരെ കുടിച്ചോണ്ടിരുന്ന കുഞ്ഞ് തെറിച്ച് വീണു പോകും, മറിഞ്ഞ് ദൂരെ വീഴും. അത് കിടന്ന് നിലവിളിക്കുമ്പോ ഈ തള്ളപ്പൂച്ച അനങ്ങുകയേയില്ല. ഒച്ചുണ്ടാക്കുന്നില്ല, വേണമെങ്കിൽ ഒരു ഒച്ചുണ്ടാക്കും, അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെ അത് നക്കിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒന്നും ചെയ്യില്ല. ഈ വീണുപോയ പൂച്ചക്കുഞ്ഞ്, കണ്ണ് കാണാത്ത പൂച്ചക്കുഞ്ഞ് ഇഴഞ്ഞ് തള്ളയുടെ അടുത്ത് വീണ്ടും എത്തി പാലും. ഈ കോഴിക്കുഞ്ഞ് നോക്കൂ, കോഴിക്കുഞ്ഞ് പരുന്തിന്റെ നിഴല് ആകാശത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അപ്പൊ ഓടി ഒളിക്കും തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ. ഇതൊക്കെ മനുഷ്യേതര ജീവികളുടെ രീതിയാണ്. മനുഷ്യജീവിയുടെ കാര്യം നിലച്ചു പോകും. ഈ നേരത്തെ പറഞ്ഞ മനുഷ്യ ശിശു പെറ്റ് വീണാൽ വീണിടത്ത് കിടക്കുക എന്നല്ലാതെ അല്ലെ 1 ഇഞ്ച് പോയിട്ട് 1 സെന്റിമീറ്ററെങ്കിലും ചലിക്കണമെങ്കിൽ എത്ര കാലം കഴിയണം അല്ലെ? 4-ാം മാസത്തിൽ കമിഴ്ന്ന് വീഴുമെന്ന് നമ്മൾ പറയും. അത് ഐഡിയൽ ശിശുവിനുള്ള 8-ാം മാസത്തിൽ 8 അടി എന്നൊക്കെ പറയുന്നത് തൂക്കവും ഉയരവും ഒക്കെ കൃത്യമാണെങ്കിൽ അതുപോലെ സംഭവിക്കും. അല്ലെങ്കിൽ മാറിക്കൊണ്ടേ ഒരു 1-1.5 വയസ്സ് വേണ്ടേ ഒന്ന് ഓടിപ്പോവാൻ? അതുവരെ ഇതെങ്ങനെ ജീവിക്കണം? നമുക്ക് എങ്ങനെയാണ് ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന പുസ്തകം അല്ലെ? കുട്ടിയുടെ ചോറ് കൊണ്ട് വന്ന ആരോ വലിച്ചെറിഞ്ഞ തുണിത്തുണ്ട് കുട്ടിയുടെ മൂക്കിന്റെ തുമ്പത്ത് വീണിട്ട് ശ്വാസം മുട്ടി ചത്തുപോയി. ചോറ് കൊണ്ടാണോ 28 കെട്ടിനാണോ ഇതിനൊന്നാണ് അല്ലെ? അങ്ങനെയാണോ? അങ്ങനെ കണ്ടാണ് കഥ. ഏതായാലും 1 മാസം കഴിഞ്ഞു, കുട്ടി ജനിച്ചിട്ട് 1 മാസം കഴിഞ്ഞു, ചുരുങ്ങിയത് 1 മാസം കഴിഞ്ഞ കുട്ടി സ്വന്തം മൂക്കിന്റെ തുമ്പത്ത് വീണ തുണിത്തുണ്ട് തട്ടി നീക്കാൻ കെൽപ്പില്ലാത്ത ശിശുവാണ്. അത് ചെയ്യണമെങ്കിൽ വേറെ ആളാണ്. അത്രയ്ക്ക് പരാശ്രയ ജീവിയാണ് ഈ മനുഷ്യ ശിശു. ഈ മനുഷ്യ ശിശുവാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്നു. എങ്ങനെ ഇവിടെ വരുത്തിയത്? അപ്പൊ ഈ ശിശുവിന് ആകെപ്പാടുന്ന ആയുധം എന്ന് പറയുന്നത് കരച്ചിലാണ്. വിദഗ്ധയായ അച്ഛനും അമ്മയ്ക്കും അറിയാം ശിശു കരയുന്നില്ല, കരച്ചിലിന്റെ രീതിയുണ്ട്. അപ്പൊ ഓരോ കരച്ചിലിന്റെയും സ്വഭാവം അനുസരിച്ച് ശിശുവിന് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി ശിശുവിന് അത് കൊടുക്കും. വിശക്കുമ്പോൾ ആഹാരം വേണം, ദാഹിക്കുമ്പോൾ വെള്ളം വേണം, ചൂടെടുക്കുമ്പോൾ തണുപ്പ് വേണം, തണുക്കുമ്പോൾ ചൂട് വേണം, ഉറക്കം വരുമ്പോൾ താരാട്ട് വേണം, തൊട്ടിൽ വേണം. ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. ആകെപ്പാടെ അറിയാവുന്നത് കരച്ചിലാണ്. പക്ഷെ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ കിട്ടുമ്പോഴോ ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാ? ഈ ശിശുവിന്റെ പ്രാണൻ നിലനിർത്താനായിട്ട് അത് തരുന്നത് അല്ലെ? ഇതില്ലെങ്കിൽ ഈ കരച്ചിലൂടെ ശിശു ആവശ്യപ്പെടുന്നത് എന്താണോ അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ ശിശുവില്ല. അപ്പോൾ കരച്ചിലൂടെ ശിശുവിന് ലഭിക്കുന്നത് മുലപ്പാലിന്റെ രൂപത്തിൽ, താരാട്ടിന്റെ രൂപത്തിൽ, ചിലപ്പോൾ ഒരു ആശ്ലേഷത്തിന്റെ രൂപത്തിൽ, ഒരു താളത്തിന്റെ രൂപത്തിൽ ഒക്കെ ശിശുവിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് പ്രാണൻ തന്നെയാണ്. ഈ പ്രാണൻ ശിശുവിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന സന്ദർഭത്തിൽ ശിശു കേൾക്കുന്ന ഒരു ശബ്ദം, അതാണ് ഞാൻ ഈ പറഞ്ഞത്. ശിശു കേൾക്കുന്ന ഒരു ശബ്ദം. അപ്പൊ പ്രാണന്റെ അനുഭവം ശിശുവിലേക്ക് കിനിഞ്ഞിറങ്ങുമ്പോൾ ശിശു കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദം അമ്മ എന്നോ ഉമ്മ എന്നോ ആണ്. അത് നമ്മുടെ നാട്ടിലാകുമ്പോൾ അങ്ങനെ, മറ്റൊരു നാട്ടിലാകുമ്പോൾ വേറൊരു ആണ്. ഏതായാലും ഒരു ശബ്ദം, ആ ശബ്ദത്തിന്റെ അനുഭവം ഈ പ്രാണന്റെ അനുഭവമായി കൂടിക്കുഴഞ്ഞു കിടക്കണം. അത് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അത്തരമൊരു മാസ്മരികത മാതൃഭാഷയ്ക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പകരം വെക്കാനൊരു വാക്കില്ല. എന്തുകൊണ്ടാണ്? പ്രാണന്റെ അനുഭവത്തോടൊപ്പം രുചിച്ച ശബ്ദമാണത്. ആ ശബ്ദം ശിശുവിൽ ആഴ്ന്നിറങ്ങിപ്പോയി. അമ്മയായിരിക്കില്ല, ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദം. നമ്മളുടെ ആദ്യത്തെ അനുഭവങ്ങൾ മുഴുവനും ഏത് ശബ്ദത്തോടു കൂടിയാണോ നമ്മൾ മനസ്സിലാക്കിയത്, ആ ശബ്ദത്തോടു കൂടിയാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടാമറിൻ ഈസ് എ ഗുഡ് ഫ്രൂട്ട്, ഇറ്റ് ഈസ് വെരി നൈസ് ടു ഈറ്റ് വിത്ത് സാൾട്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കും അല്ലേ? ടാമറിൻ ഈസ് എ ഗുഡ് ഫ്രൂട്ട്, ഇറ്റ് ഈസ് വെരി നൈസ് ടു ഈറ്റ് വിത്ത് സാൾട്ട്. മനസ്സിലായില്ലേ? ടാമറിൻ ഈസ് വാളംപുളി. ടാമറിൻ ഈസ് എ ഗുഡ് ഫ്രൂട്ട്, ഇറ്റ് ഈസ് വെരി നൈസ് ടു ഈറ്റ് വിത്ത് സാൾട്ട്. മനസ്സിലായി? ഇതേ വാക്യം ഞാൻ പറയാണ്. വാളംപുളി നല്ല രസമുള്ള ഒരു കാര്യം, ഉപ്പും കൂട്ടി തിന്നാൻ അത് നല്ല രസം. എന്താ വ്യത്യാസം? ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മാത്രം മനസ്സിലായി. രണ്ടാമത് പറഞ്ഞപ്പോഴോ
വായിലൂറിയ നുമിനീര് ഇറക്കിയെങ്കിൽ മാത്രമേ അടുത്ത വാക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായി വാളംപുളി കഴിച്ചപ്പോൾ കേട്ട വാക്ക് വാളംപുളി എന്നാണ്. അതേസമയം അന്ന് കേട്ടത് ടാമറണ്ട് എന്നായിരുന്നെങ്കിൽ ടാമറണ്ട് എന്ന് വാക്ക് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങളിൽ ഈ വികാരം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഏത് ശബ്ദത്തിലൂടെയാണോ നിങ്ങളൊരു അനുഭവത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചത്, ആ ശബ്ദമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ അനുഭവത്തിന്റെ കീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ ആവാത്തത്. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ അല്ലെ, ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വലിയ സാധനം. തുമ്പി എന്ന് പറഞ്ഞാൽ, തുമ്പി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ശിശു പറക്കും. എന്താ കാരണം? ചെറുപ്പത്തിൽ തുമ്പികളുമായി കളിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കളിച്ച സന്ദർഭത്തിൽ, തുമ്പികളുമായി കളിച്ച സന്ദർഭത്തിൽ നമ്മൾ കേട്ട വാക്ക് ഏതാണോ ആ വാക്കാണ് ആ അനുഭവത്തെ നമ്മളിൽ ഉണർത്തുന്ന കീ എന്ന് പറയുന്നത്. അത് മാതൃഭാഷ. അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു അനുഭവമാണ്. അതൊരിക്കലും രക്തബന്ധത്തിലോ പാരമ്പര്യത്തിലോ ഉണ്ടാകുന്ന സാധനമല്ല. നിങ്ങൾ ഏത് സമൂഹത്തിൽ വളരുന്നുവോ ആ സമൂഹത്തിലെ ഏത് ശബ്ദത്തിലൂടെയാണോ നിങ്ങൾ ലോകത്തെ അറിഞ്ഞത്, അനുഭവങ്ങളെ ആഗിരണം ചെയ്തത് അല്ലെങ്കിൽ സ്വീകരിച്ചത്, അതാണ് നിങ്ങളുടെ മാതൃഭാഷ. അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്ന വാക്കേ തെറ്റാണ്. അതുകൊണ്ട് ഭാഷാശാസ്ത്രം മാതൃഭാഷ, മദർ ടങ് എന്ന വാക്ക് സ്വീകരിക്കുന്നില്ല. ഫസ്റ്റ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതാണ് സയന്റിഫിക്കലി കറക്റ്റ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് ഒന്നാം ഭാഷ എന്നാണ്. ആദ്യമായി സ്വീകരിക്കുന്നതാണ് നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ അനുഭവങ്ങൾ ഒക്കെ. അത്തരം വികാരങ്ങളും അനുഭവങ്ങളുമാണ് മനുഷ്യനെ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും സാങ്കേതികമോ പാരമ്പര്യമോ ആയി ലഭിക്കുന്ന ഒന്നല്ല, സാമൂഹികമായി ലഭിക്കുന്ന സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാതൃഭാഷയിൽ വേണം നമുക്ക് നമ്മുടെ ലോകം, നമ്മുടെ ലോകം മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു ഉദാഹരണം എടുത്താൽ, നമുക്ക് ഹൃദയത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കരളിനെ സംബന്ധിക്കുന്ന ഒരു വാക്യം പ്രൊഫസർ പറയുമ്പോൾ ഹാർട്ട് എന്നോ ലിവർ എന്നോ ആണോ ഉപയോഗിക്കുന്നെങ്കിൽ ഉണ്ടാവുന്നതും കരള് എന്ന് ഉപയോഗിക്കുന്ന വ്യത്യസ്തത വെച്ചു. കരൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഒരു അനുഭവവും ഹൃദയം ലിവർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അനുഭവം വ്യത്യസ്തമാണ്. അത് മറ്റൊന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് തറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അനുഭവമായി മാറണമെങ്കിൽ, അത് പ്രൊഡക്റ്റീവായി പ്രത്യുൽപാദനപരമായി മാറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മാതൃഭാഷയിൽ അത് പഠിക്കണം. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് മാതൃഭാഷയിലാണ്. എല്ലാ അടിസ്ഥാന ഗ്രന്ഥങ്ങളും, ശാസ്ത്രത്തിന്റെ ആയിക്കോട്ടെ സാങ്കേതികത ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായി ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ മാതൃഭാഷയിലാണ്. മാർക്സ് ദസ് ക്യാപിറ്റൽ എഴുതിയത് ഏത് ഭാഷയിലാണ്? അദ്ദേഹം 30 കൊല്ലം ലണ്ടൻ ലൈബ്രറിയിൽ പോയത് ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എഴുതിയപ്പോൾ ഇംഗ്ലീഷിലല്ല എഴുതി. അപ്പൊ അതുകൊണ്ട് മഹാത്മാഗാന്ധി ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ആണോ സത്യാന്വേഷണ പരീക്ഷകൾ സ്വന്തം മാതൃഭാഷയിൽ എഴുതി? അപ്പൊ അതുകൊണ്ട് അത് സാമൂഹികമായ ഒരു കിട്ടണം. ഒരിക്കലും അത് പരമ്പരാഗതമായി ലഭിക്കുന്നതോ രക്തത്തിലൂടെ ലഭിക്കുന്നതോ മാതാവിൽ നിന്ന് ലഭിക്കുന്നതോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് കൂടി പറയുന്നത്. മാഷെ, അതേപോലെ കാലം, ദേശം, ദേശീയത, അതിന്റെ മിടുക്ക് മനസ്സിലാക്കാൻ മാതൃഭാഷയാണ് നല്ലതെന്ന് പറയുന്നു. ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തില് ഈ ഏകഭാഷയിലേക്ക് പോകുന്നു. അപ്പൊ ആ ദേശീയതയുടെ മിടുപ്പിനെ പൂർണ്ണതയിൽ ബോധ്യമാകാൻ വേണ്ടി മാതൃഭാഷ വേണമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഭാഷ അവതരിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയം ഏകഭാഷയിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന നാട് വൈവിധ്യങ്ങളുടെ നാടാണ്. കാശ്മീർ, രാജസ്ഥാൻ. ഇപ്പൊ കാശ്മീരും രാജസ്ഥാനും നമ്മൾ വേറൊരു മലയാളത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് തോന്നുന്നത്. ഹിന്ദിയിൽ കേട്ടാൽ ആരോ ഒരാൾ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മാതൃഭാഷയിൽ നമ്മുടെ ദേശത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ദേശീയതയെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഏകശിലാത്മകമായ യാന്ത്രികമായ സാങ്കേതികമായ ഒരു സങ്കല്പം മാത്രമേ. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി ഇന്ത്യ എന്റെ ദേശമാണെന്ന് തോന്നണമെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്.
കിട്ടിയില്ലേ? അതിന്റെ പൊളിറ്റിക്സിന്റെ പൊളിറ്റിക്സ് തന്നെയാണ് പറഞ്ഞത്. പൊളിറ്റിക്സ് തന്നെയാണ് പറഞ്ഞത്. മറ്റത് അടിച്ചേൽപ്പിക്കലാണ്. അത് വളരെ സാങ്കേതികവും യാന്ത്രികവുമായ ഒരു സാധനമാണ്. അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒന്നല്ല ദേശീയത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തോന്നും. ഇപ്പം മെയ്തി കുക്കി വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന കലാപങ്ങളിൽ കുക്കികൾ എന്റെ സഹോദരന്മാരാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുന്ന എന്റെ ഭാഷയിൽ എനിക്ക് കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുക. ഇപ്പൊ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നണം എന്റെ സഹോദരനാണ് എന്നുള്ളത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴല്ല, മലയാളത്തിൽ വായിക്കുമ്പോഴാണ് എനിക്ക് മലയാളം. പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ചലനമാണ്. അത് ആധുനികതയുടെ അത് വസ്തുതകൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന സാധനമാണ്. സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. അത് പാവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ റഷ്യൻ സാഹിത്യം പറയുന്നത് അമ്മ എന്ന് പറയുന്ന നോവൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോധ്യം എന്ന് പറയുന്നത് എത്രമാത്രം ബൃഹത്താണ്, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്നത്. അത് അവരവരുടെ ഭാഷയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ജീവൻ ജിൻവാൽജി എന്ന് പറയുന്ന ആള് അത് നമ്മുടെ സഹോദരനാണ് നമുക്ക് തോന്നുന്നത്, കള്ളനേ അല്ല എന്ന് തോന്നുന്നത് നമുക്ക് മലയാളത്തിൽ വായിച്ച് കേട്ടപ്പോഴാണ്. അത് കേട്ടപ്പോഴാണ് നമ്മൾ കരഞ്ഞത്. പ്രിയമുള്ളവര്, മനുഷ്യ സംസാരിച്ചപ്പോൾ നേരത്തെ ഈ പ്രാദേശിക ഭേദത്തെ കുറിച്ച് അങ്ങനെ പറയുകയുണ്ടായിരുന്നു. ഞാൻ ഓർത്തൊരു സംഭവം, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 9ാം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്നു. അഫിയർലി അരക്കൊല്ല പരീക്ഷ. മലയാളം പേപ്പറിൽ മുഖം എന്ന വാക്കിന് പര്യായം എഴുതണം, 3 വാക്കുകൾ എഴുതണം. വദനം, ഹാസ്യം 2 വാക്ക് കിട്ടി. ഇനി ഒരു വാക്കും കൂടെ വേണം, പക്ഷെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഓർമ്മ വന്നു, മോറ് എന്നുള്ള ഭാഷ നേരത്തെ പറഞ്ഞു. എഴുതി വെച്ചു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ മോഹനപിള്ള ഭാഷ മാർക്ക് തന്നു. ഒരു സംഭവമൊക്കെയാണ്. കുട്ടികൃഷ്ണന്മാരുടെ മലയാള ശൈലി എന്ന പുസ്തകത്തിൽ ഒരു രസകരമായ സംഭവം പറയുന്നുണ്ട്. ഒരാളോട് നിങ്ങൾ ഈ മുറിയുടെ അകത്ത് നിന്ന്, ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ മുറിയുടെ അന്തർഭാഗത്ത് നിന്ന് ബഹിർഭാഗത്തേക്ക് നിർഗമിക്കാൻ എന്ന് പറഞ്ഞാൽ പോകേണ്ട ആൾ അവിടെ തന്നെ നിൽക്കും, കടക്കട പുറത്ത് എന്ന് പറഞ്ഞ ആൾ പോകുമെന്ന് ആരാരും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രാദേശിക ഭാഷയുടെ, അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയുടെ ശക്തി എന്ന് പറയുന്നത്. പവിത്ര ഭാഷ എന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാതൃഭാഷ എന്ന് പറയുന്ന അമ്മ പറയുന്ന ഭാഷയല്ല. പണ്ടത്തോളുടെ കവിത ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ ഭക്തനെ പറ്റമ്മ തൻ ഭാഷ താൻ, ധാത്രിമാരെ തട്ടിപ്പറയേണ്ട ധാത്രിമാരുടെ ഭാഷയാണ് ശരിക്കുള്ള മാതൃഭാഷ എന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഒരു പക്ഷേ വളർത്തമ്മമാരായിരിക്കും എന്ന അർത്ഥത്തിൽ പറയുകയാണ്. ഏതായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ കാലത്തിന് ശേഷം മാർക്കോസ് മാഷെ ഞാൻ കാണുകയാണ്. ഞാൻ പറയുന്നത് 91 മുതലുള്ള പരിചയമാണ്. മാഷ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് അതൊന്ന് ഓടിച്ച് വായിച്ചാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങിന് നന്ദി പറയാൻ വേണ്ടി മാധ്യമ പഠന സ്കൂളിലെ വിദ്യാർത്ഥി ശീതളിനെ സ്വാഗതം ചെയ്യും. ആദ്യം തന്നെ ഡോക്ടർ ബി.പി. മാർക്കോസ് സാറിനെ ഞാൻ നന്ദി പറയുകയാണ്. ഗ്രേഡ് പ്രൊഫസർ UP കോളേജ്. അതും അദ്ദേഹത്തിന്റെ ആ ഒരു വിലപ്പെട്ട സമയത്ത് നിന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് എടുത്തു തരാനായിട്ട് അദ്ദേഹം വന്നു. അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകുന്ന പോലെ തന്നെ ക്ലാസ് എടുത്തു. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ഒരു ക്രൂഷ്യലായ ടൈമാണ്. നമുക്ക് ഈ ഒരു വിജ്ഞാന പദവിയുടെ ക്ലാസ് കിട്ടുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ സാറ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു തന്നതിന് ആദ്യം തന്നെ സാറിനോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ KV ശശിമാഷ്, അദ്ദേഹത്തോടും നന്ദി അറിയിക്കുന്നു. നമ്മുടെ കോർഡിനേറ്റർ ഡോക്ടർ K. ബാബുരാജ് മാഷ്, അതുപോലെ തന്നെ മാഷിനെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കണം. മാഷ് നമ്മുടെ എല്ലാം ആണ്. ഏതായാലും മാഷിനെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഈ ക്ലാസ് കേട്ടു. അത് ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലാസ് കേട്ട് നമുക്ക് എനിക്കറിയാൻ സമയം കുറവാണ്, ഭക്ഷണം കഴിക്കാൻ വിശക്കുണ്ടാവും. താങ്ക് യു എല്ലാവരും എത്തിച്ചേർന്നത്. നന്ദി.